Hi guys, welcome to my Q&A session with Twix. ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അവനെ ഇങ്ങനെ പൊക്കി. അവൻ്റെ ഉറക്ക ടൈമാണ് ഗൈസ്. ഓക്കെ, കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ Q&A ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് ബിസി ആയിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് ലേറ്റായത്. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കിയില്ല. ഒന്ന് ഫ്രഷ് ആയിട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കിയിട്ടേ. അപ്പം ലെറ്റ് സ്റ്റാർട്ട് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും അറിഞ്ഞൂടാ. സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യണ്ടേ. ഹലോ ഗൈസ്, അപ്പം നമുക്ക് Q&A തുടങ്ങാം. ഞാൻ ഈ ഫോണിൽ ചെക്ക് ചെയ്യാം ഗൈസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത്. ഒത്തിരി പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യില്ല. മാക്സിമം രീതിയിൽ ഒന്ന് ഞാൻ ഹിൻഡ് ചെയ്ത് പോകും ഗൈസ്. ഇല്ലെങ്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയത്തുള്ളൂ. കൈൻഡ്ലി എക്സ്ക്യൂസ് ഗൈസ്. പ്ലസ് എല്ലാവർക്കും അവരുടെ പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഗൈസ്. അതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല. ഏകദേശം ഒരു 63 ക്വസ്റ്റ്യൻ ഉണ്ട്. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ബാസിൽ എബ്രഹാം 890. ആസ് എ സബ്സ്ക്രൈബർ പ്ലീസ് ഗോ ഫോർ എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് സ്പോട്ട്. ദർ ആർ 100 ഓഫ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെറൈറ്റി ഫുഡ് ഏരിയാസ് ദർ ഇൻ അവർ കൊച്ചി. എല്ലാം ഇങ്ങനെ അൾട്രാ എക്സ്പെൻസീവ് ഫുഡ് ട്രൈ ചെയ്യാതെ കുറച്ചുകൂടെ വെറൈറ്റി പോരട്ടെ. ഓക്കെ, അപ്പോൾ ബാസിൽ ദ തിങ് ഈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെയ്യുന്ന ഒരുപാട് വീഡിയോ ഇതുണ്ട്, ചാനൽസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഇത് ഫുഡ് ബ്ലോഗ് തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ തുടങ്ങിയിട്ടൊന്നും അല്ല ഗൈസ്. കാർത്തിക് എന്നെ ഒരു പ്രാവശ്യം ഒരു ഫുഡ് ബ്ലോഗിന് വിളിച്ചുകൊണ്ട് പോയി. വെറൈറ്റി എന്തെങ്കിലും കഴിക്കും. ബിക്കോസ് നമ്മൾ നോർമലി വെറൈറ്റി ഫുഡ് കഴിക്കുന്നതാണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ. നോർമൽ സാധനം നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ. അപ്പം അങ്ങനെ തുടങ്ങിയൊരു സാധനമാണ് ഈ ഫുഡ് ബ്ലോഗ് എന്ന് പറയുന്നത്. ഞാനൊരു ഫുഡ് ബ്ലോഗറൊന്നും അല്ല ഗൈസ്, ഞാനൊരു ഫുഡിയാണ്. അപ്പം എൻ്റെ ഒരു സംഭവം, എൻ്റെ ഒരു രീതിയിലുള്ള സാധനം ഞാൻ എതിർക്കായിട്ടും ഫുഡിൻ്റെ സംഭവം തുടങ്ങിയിട്ടില്ലല്ലോ. ആകെ ചെയ്തത് എഗ് പപ്സിൻ്റെ സംഭവം. ബിക്കോസ് അത് ഞാൻ ഒത്തിരി കഴിച്ചിട്ടുള്ള ഒരു സാധനമായിട്ടാണ് നമ്മളന്ന് എഗ് പപ്സിൽ തുടങ്ങിയത്. ബഡ്ജറ്റ് നോക്കിയിട്ടല്ല ഗൈസ്, എനിക്ക് ടേസ്റ്റിന് ഓക്കെ ആണെന്നുള്ള സാധനങ്ങളാണ് ഞാൻ നോർമലി കഴിക്കുന്നത്. അത് ചിലപ്പം കുറഞ്ഞ ബഡ്ജറ്റിലുള്ളതായിരിക്കും, ചിലപ്പോൾ കൂടിയ ബഡ്ജറ്റിലുള്ളതായിരിക്കും. ഞാൻ ഇത് രണ്ടും ബാലൻസ് ചെയ്താണ് പോകുന്നത്. സോ എന്തൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നു അത് ഞാൻ ഈ ചാനലിലൂടെ കാണിക്കും, എൻ്റെ ഈ ഒരു ചാനലിൽ കൂടെ. മറ്റേ വെറൈറ്റി ട്രൈ ചെയ്യുന്നത് ഞാൻ കാർത്തിക്കിൻ്റെ ചാനലിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അൾട്രാ എക്സ്പെൻസീവ് ഫുഡോ ഒന്നും ഇതൊക്കെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല ഇതിൻ്റെ അകത്ത്, എൻ്റെ ചാനലിനകത്ത്. സോ അത് ഞാൻ മാക്സിമം നോക്കാൻ കഴിച്ചു. എനിക്ക് അങ്ങനെ ബഡ്ജറ്റ് സംഭവമൊന്നുമില്ല. എനിക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതി, അത്യാവശ്യം വൃത്തിയും വെടുപ്പുള്ള കടയായിരിക്കണം. ഇത്തിരി ഒരു OCD ഉണ്ട് കഴിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സംഭവം സെറ്റ് അത് ചെയ്യാൻ കഴിച്ചു, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ ക്രിയേഷൻ പ്രോസസ്? ഇഫ് യു കുഡ് ഹാവ് എനി സൂപ്പർ പവർ വാട്ട് വുഡ് ഇറ്റ് ബി? അതായത് വീഡിയോ ക്രിയേഷനിലുള്ള സൂപ്പർ പവറാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം വീഡിയോ എടുത്താൽ കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് തരുന്ന വല്ല സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് സെലക്ട് ചെയ്തതിന്. അതല്ല, ഇപ്പോഴത്തെ രീതിയിൽ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടെ ആരെങ്കിലും ഉള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്ലോയിൽ അങ്ങ് പോവാണ് ഒറ്റയ്ക്ക്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒന്നും ഏതോ സ്വന്തമായിട്ട് കുറച്ച് ഇത്തിരി പാടാണ്, പക്ഷെ പഠിച്ചു വരികയാണ്. ഈ സൂപ്പർ പവർ എന്ന് തന്നെ ഞാൻ പറഞ്ഞ കേസ്, നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതൊരു സൂപ്പർ പവറാണ്. നമുക്കിപ്പോൾ ക്യാമറ ഫേസ് ചെയ്യാനായാലും ആൾക്കാരോട് സംസാരിക്കാനായാലും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അതൊരു വലിയ സൂപ്പർ പവറാണ്. ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലാത്ത ഒരാളെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ ഞാൻ വേറൊരാളാണ്. മൊത്തത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആവും. ലൈക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും ഇത്രയും ശീലിച്ചതായതുകൊണ്ടാണെന്നത്. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ക്വയറ്റ് ആയിട്ടിരിക്കണം, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം അതൊന്ന് മാറ്റാനുള്ള എന്തെങ്കിലും സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. തനിയെ ഇരുന്നു ഇതേപോലെ ഇപ്പം ഈ ഒരു ഒറ്റയ്ക്ക് ക്യാമറ നോക്കി സംസാരിക്കാനായിട്ടുള്ള ചമ്മലും ഇതൊക്കെ മാറുന്നതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പം അത് കഴിഞ്ഞ് 61 ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. വലിയ സീനൊന്നുമില്ല. ഇവിടെ ഡിയർ സനി ബ്രോ, ഇതിപ്പോൾ സ്പിറക്കിൾസ് ആണ് അയച്ചേക്കുന്നത്. വേറെ എണ്ണം ഇതിപ്പോൾ ഇനി വരാൻ പോണ ക്വസ്റ്റ്യൻ ആർക്ക് 7779X. ഡിയർ സനി ബ്രോ, ഫേവറേറ്റ് മൂവി, ഫേവറേറ്റ് മൊബൈൽ, ഫേവറേറ്റ് സോങ്, ഡ്രീം കാർ. ഇവിടെ കുറേ ഉണ്ടല്ലോ. ഇത് ഒരു 11 ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടോ. ഫേവറേറ്റ് മൂവി എനിക്ക് ജിന്ദഗി നാ മിലേഗി ദോബാര ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ബിക്കോസ് അതേപോലത്തെ ഒരു ലൈഫാണ് എനിക്ക് ആഗ്രഹം. ലൈക്ക് യുനോ അവരതെന്തോ മറ്റേ വെക്കേഷൻ പോലെ പോകുന്നതല്ലേ. എനിക്ക് സത്യം പിന്നെ ലൈഫ് തന്നെ അങ്ങനെ ആയാൽ കൊള്ളാമെന്നുണ്ട്.
ഓ പൂച്ച ഇറങ്ങി എവിടെ പോകുന്നു. ഫേവറേറ്റ് മൊബൈൽ ഐഫോൺ. ഫേവറേറ്റ് സോങ് അതെനിക്കിപ്പം മറ്റേ നിഷാനി എന്ന് പറഞ്ഞ പാട്ട് ഇഷ്ടമാണ് കേസ്, ഡബ്സീര. അതിലെനിക്ക് ഞാനിപ്പോൾ ലൂപ്പിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തെ ഫേവറേറ്റ് ആണ്, ഒരുപാട് ഫേവറേറ്റ് ഉണ്ട്. ഡ്രീം കാറ് എനിക്കൊരു ജി വാഗൺ എടുത്താൽ കൊള്ളാമെന്നുണ്ട് കേസ്, എവിടെയെങ്കിലും എന്തെങ്കിലും. അത് നടക്കുമെന്ന് പറഞ്ഞൂടാ, ചുമ്മാ ഡ്രീം കാറല്ലേ ഡ്രീം. ഫേവറേറ്റ് DSLR എനിക്ക് ലൈക്ക ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. ഒരു ഡ്രീമായിട്ട് അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളൊരു ക്യാമറയാണത്. ഇഫ് യു കുഡ് ട്രാവൽ എനിവെയർ ഇൻ ദ വേൾഡ് വെയർ വുഡ് യു ഗോ? എനിക്കാണെങ്കിൽ പോർച്ചുഗൽ പോകണമെന്നുണ്ട്. പിന്നെ ബിക്കോസ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവിടെയാണ്, അവളാണ് താമസിക്കുന്നത്. കിടിലൻ സ്ഥലമാണ് കേസ്. അവൾ ആ സ്ഥലത്തിൻ്റെയൊക്കെ ഫോട്ടോ ആണെങ്കിൽ ഭയങ്കര കൊതിയാണ്. ബിക്കോസ് റിട്ടയർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള, എന്നാൽ ഒരുവിധം US നിന്നും എല്ലായിടത്തുനിന്നും ആൾക്കാർ വന്ന് സെറ്റിലാവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച് നടത്തിയപ്പം പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പോർച്ചുഗലാണ്. പിന്നെ ഇറ്റലി പോകണമെന്നുണ്ട്. ഫുൾ ഫാഷൻ്റെ രാജ്യമല്ലേ, എനിക്ക് പോയി കംപ്ലീറ്റ് ഫാഷൻ ഷൂട്ടും ചെയ്ത് കുറേ കിടിലം എൻ്റെ പോർട്ട്ഫോളിയോ വേറെ ലെവലിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട് ഇറ്റലിയിൽ. വാട്ട് ഈസ് സംതിങ് യു ആർ പ്രൗഡ് ഓഫ്? ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നമ്മൾ ഡിജക്റ്റഡ് ആയിട്ട് ലൈഫ് മതിയായി എന്നുള്ള തോന്നലിൽ നിന്നൊക്കെ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോഴും ഇത്രയും വൈബ്രൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഗൈസ് അത് എൻ്റെ വേറെ ആരും പ്രൊമോട്ട് ചെയ്തിട്ടോ ലൈക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടോ ഇൻസ്പയർ ചെയ്തിട്ടോ ഒന്നുമല്ല. ഞാൻ തന്നെ സ്വയം പല സിറ്റുവേഷനിലും പിടിച്ചു നിന്നിട്ടുണ്ട്. സ്വന്തം സ്ട്രെങ്ത് വെച്ചിട്ട് തന്നെയാണ് ഗൈസ് നീങ്ങി ഇവിടം വരെ എത്തിയത്. സോ അത് ഞാൻ ഭയങ്കര പ്രൗഡാണ് ഗൈസ്. ഫേവറേറ്റ് മെമ്മറി എന്ന് പറയാനായിട്ട് എന്താണ് ഫേവറേറ്റ് മെമ്മറി എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ആൾക്കാർ, ലൈക്ക് എന്നെ ഇഷ്ടമുള്ളവരെയും എനിക്കിഷ്ടമുള്ളവരുടെയും കൂടെയുള്ള മൊമെൻറ്റ്സ് ആണ് എൻ്റെ ഫേവറേറ്റ് മെമ്മറി. അതിലിപ്പോൾ എന്തോ ആയിക്കോട്ടെ, എല്ലാം ഫേവറേറ്റ് ആണ് ഗൈസ്. എനിക്ക് ആ ഒരു മൊമെൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫേവറേറ്റ് ആൾക്കാരുമായിട്ടുള്ള മെമ്മറീസ്. ടോപ്പ് 5 ബക്കറ്റ് ലിസ്റ്റ്. അതൊക്കെ എനിക്ക് ബക്കറ്റ് ലിസ്റ്റ് ഒന്നും ഇല്ലടാ, ഞാൻ അങ്ങനെ ഒരു ബക്കറ്റ് ലിസ്റ്റ് വെച്ചിട്ടില്ല. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യണം, ഇഷ്ടം പോലെ ഫുഡ് ട്രൈ ഔട്ട് ചെയ്യണം, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആൾക്കാരെ പരിചയപ്പെടണം. പിന്നെ വേറെന്തുണ്ട്, പിന്നെന്താണ്, പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ലൊരാളായിട്ട് അറിയപ്പെടണം, അത്യാവശ്യം നല്ല സ്വഭാവമുള്ളൊരു ആളാണെന്നുള്ള രീതിയിൽ. പിന്നെ സ്നേഹിക്കാൻ ഒരാളെ കിട്ടണം. ഇത് സെറ്റ് 5 ബക്കറ്റ് ലിസ്റ്റ്. ഫേവറേറ്റ് സൂപ്പർ ഹീറോ അയൺമാൻ. ഫേവറേറ്റ് ഫുഡ് ജാപ്പനീസ്, പിന്നെ ഇന്ത്യൻ, നമ്മളെ നാടൻ ഫുഡ്. അത് രണ്ടുമാണ് എൻ്റെ നാടൻ സീ ഫുഡ്, അതാണ് ഏറ്റവും ടോപ്പ്. അത് കഴിഞ്ഞിട്ട് ജാപ്പനീസ്. വിൽ യു ഡു മൊബൈൽ ക്യാമറ കമ്പാരിസൺ വ്ളോഗ്സ്? മൊബൈൽ ക്യാമറ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല, BTS ആയിട്ട് രീതിയിലും. ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഫ്യൂജിയുടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈലും നോർമൽ DSLR ആയിട്ടുള്ള ഒരു കമ്പാരിസൺ കാണിക്കാൻ ഞാൻ നോക്കാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാസ്റ്റർ മച്ചാൻസ് 3345. ബ്രോ നിങ്ങൾക്ക് എന്താ ജോബ്? എടാ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, ഫുൾ ടൈം ഫോട്ടോഗ്രാഫറാണ്. ഞാനൊരു ബാങ്കറായിരുന്നു, അത് വിട്ടിട്ട് ഞാൻ ഫുൾ ടൈം ഫോട്ടോഗ്രാഫിയിലോട്ട് ഇറങ്ങി. ഫാഷൻ ഫോട്ടോഗ്രാഫിയും ഇവൻറ്റ് ഷൂട്ട്സുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ദുബായിൽ. ഇപ്പോൾ ഞാൻ വീണ്ടും ഫോട്ടോഗ്രാഫിയിലോട്ട് തിരിച്ച് വരികയാണ്. അതാണ് എൻ്റെ മെയിൻ പ്രൊഫഷൻ. പിന്നെ അതിൻ്റെ കൂടെ വ്ളോഗിങ് ചെയ്യണമെന്നുണ്ട്, പിന്നെ ഗെയിമിങ്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സംഭവങ്ങളാണ്. അല്ലാതെ വലിയ ഇതൊന്നുമില്ല. പിന്നെ എനിക്കൊരു സൈഡ് ബൈ സൈഡ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, കുറച്ച് പ്ലാൻസ് ഉണ്ട്, ലൈക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾ അറിയും ഗൈസ്. ബ്രോ എത്ര ചിൽഡ്രൻസ് ഉണ്ട്? കല്യാണം കഴിയാതെ എനിക്കാടാ ചിൽഡ്രൻ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ ചാനലും കാണാറില്ല, എന്നെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അത് ബെസ്റ്റ്. ബ്രോ വാട്ട് ഈസ് ബക്കറ്റ് ലിസ്റ്റ്? അത് ഞാൻ ഓൾറെഡി മുമ്പത്തെ ചോദ്യം പറഞ്ഞടാ, അത് അത്രയേ ഉള്ളൂ സംഭവം. കുറച്ച് 5 ബക്കറ്റ് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. എങ്ങനെ വലിയ ബക്കറ്റിൽ ജീവിക്കുന്നൊന്നുമല്ല ഞാൻ, പക്ഷേ വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഗൈസ്. ഓക്കെ, അടുത്ത വൈ ഡിഡ്ന്റ് യു ഗെറ്റ് മാരീഡ്? എടാ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചതാണ് മാരേജ് ചെയ്യാൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പറ്റിയൊരാളെ കിട്ടാതെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല ഗൈസ്. മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല. സോ അൺലെസ് വി ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ, അതായത് നമുക്ക് ശാന്തി, സമാധാനം, സന്തോഷം, ഈ 3 സാധനം തരുന്ന ഒരാൾ നമ്മളും തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്കും ആഗ്രഹം തോന്നണം. ഈ ആൾ ഇത്രയും നമ്മളുമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന ഒരാളാണ്. സോ ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 3 സാധനവും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈസ്. ഇനിയും കല്യാണം ഇനി പ്രായം അങ്ങനെ ആയെന്നുള്ളൊരു തോട്ടൊന്നും എനിക്കില്ല. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ റെഡിയാണ്. അങ്ങനെ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ
ചിലപ്പോൾ ഞാൻ അപ്പത്തി ചിന്തിക്കും. ഇപ്പം തൽക്കാലം അങ്ങനെ ആരെയും കണ്ടുപിടിച്ചിട്ടില്ല ഗൈസ്. കണ്ടുപിടിച്ചവരൊക്കെ എന്നെ വിട്ട് ഓടി. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്തത് വലിയ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇത്. ഗോഡ് ഡാംലർ, looking back at your younger days, do you have any regrets about the risk you didn't take? If you had the chance, would you go back and do things differently? ഉണ്ടടാ, ഒരുപാടുണ്ട്. റിഗ്രറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു മെയിൻ റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഡിഗ്രി കഴിഞ്ഞിട്ട് UK പോകാൻ വേണ്ടി മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള പരിപാടി നോക്കിയാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, റിസർച്ച് ചെയ്യൽ എന്ന് പറഞ്ഞൊരു സാധനം അന്ന് എന്താ പറയുക, കട്ട ഇൻട്രോവേർട്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ബേസിക്കലി അറിയത്തില്ലായിരുന്നു എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീഡിങ്സ്, സംഭവങ്ങൾ, മണ്ടത്തരങ്ങൾ, കംപ്ലീറ്റ് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൂട്ടി. എനിക്ക് അതിൻ്റെ ആ ഒരു പ്ലാൻ നടന്നില്ല. എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റിയില്ല. കുറേ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്. സോ മെനി തിങ്സ് ആഡഡ് ടു ഇറ്റ് ആൻഡ് ഐ കുഡിൻ ഗോ. അപ്പം ആ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അന്ന് ഞാൻ UK മാസ്റ്റേഴ്സൊക്കെ പഠിക്കാൻ പോയി, അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിലൊക്കെ ആയി, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ അങ്ങ് ജീവിതം സെറ്റായി പോയേനെ. പക്ഷെ അന്നത് പറ്റാത്തതുകൊണ്ട് ഞാൻ ദുബായിൽ പോയി. ബിക്കോസ് അതാണല്ലോ നമ്മളെ ബഡ്ജറ്റ് ട്രിപ്പ് ഓഫ് എവരി മലയാളി. പോകാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത്, അതായത് കാശില്ലെങ്കിൽ ദുബായിൽ പോകാനുള്ള കാശുണ്ടാക്കുക, എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക, അവിടെ പോയി സെറ്റിൽ ആവുക, പിന്നെ നമ്മളെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നമ്മൾ മാക്സിമം നോക്കുക. അതാണ് ഞാനും ചെയ്തത് ഗൈസ്. നേരെ പോയി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദർ വഴിയാണ് എനിക്ക് ബാങ്കിൽ ജോലി കിട്ടിയത്. അതിലും തുടങ്ങി ഞാൻ എൻ്റെ രീതിയിൽ കഴിവ് തെളിയിച്ച് ഒരു 4-5 വർഷം ഞാൻ ബാങ്കിലായിരുന്നു ഗൈസ്. അതിൻ്റെ റീറ്റെയിലിൽ തുടങ്ങി ഞാൻ ബിസിനസ് ബാങ്കിങ് വരെ പോയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫി സെലക്ട് ചെയ്തത്. സോ ബേസിക്കലി യു നോ, ഞാൻ ഒരു സാധനം ചെയ്യുമ്പോൾ എനിക്കത് നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ളൊരിതുണ്ട്. അപ്പം ആ ഒരു സാധനം ഇപ്പം റിഗ്രറ്റ് ഒന്നും ഇല്ല. ലൈക്ക് എന്തായാലും നമ്മൾ അതിൽ നിന്ന് എനിക്ക് ഫോട്ടോഗ്രാഫി എന്നൊരു സംഭവം, ഒരു പാത്ത് തുറന്നു കിട്ടി. അതുകൊണ്ട് ഫുള്ളി റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ആർട്ടിനെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ചെയ്യണത്. എനിക്കൊരു ഫോട്ടോഗ്രാഫിയായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ അപ്പോൾ ഈ ബാങ്കിങ്ങിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി തുടങ്ങിയൊരു സാധനമാണ്. സോ അങ്ങനെ തുടങ്ങിയൊരു സ്ഥിതിക്ക് ഞാൻ ഇത്രയും അത്യാവശ്യം പേരുണ്ടായിരുന്നു എനിക്ക് ദുബായിൽ. സോ അത് ഞാൻ ഒരു ഗിഫ്റ്റായിട്ടാണ് കാണുന്നത് ഗൈസ്. റിഗ്രറ്റ് ഇല്ല അതിൽ. ഡു യു മിസ് യുവർ ചൈൽഡ്ഹുഡ്? ഇഫ് യു ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാർട്ട് ലൈഫ് ഓൾ ഓവർ അഗെയിൻ ഫ്രം ചൈൽഡ്ഹുഡ്, വുഡ് യു ടേക്ക് ഇറ്റ്? ആടാ, നമ്മൾ ചൈൽഡ്ഹുഡ് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. സോ ബേസിക്കലി ഇപ്പോൾ ലൈഫ് ഓൾ ഓവർ അഗെയിൻ ഫ്രം ചൈൽഡ്ഹുഡ് എങ്കിൽ ഞാൻ എടുക്കും. ഐ ഹോപ്പ് നമ്മുടെ ഒരു സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഐ വുഡ് ഗോ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ്. ഇല്ലെങ്കിൽ ഇല്ലടാ, ഒരിക്കലും ഇല്ല. ആ ചൈൽഡ്ഹുഡ് ഇനി ഒന്നുകൂടെ ലീവ് ചെയ്യണമെന്നില്ല. അതിൻ്റെയൊക്കെ ട്രോമ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ട് കുറേ രീതിയിൽ, പല രീതിയിൽ. അതുകൊണ്ട് നെവർ. ഡു യു എവർ ഫീൽ ലൈക്ക് യു മിസ്ഡ് ഔട്ട് ഓൺ സംതിങ് ബൈ പ്ലേയിങ് ഇറ്റ് സേഫ് ഇൻ ലൈഫ്? അത് മേ ബി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്. ഭയങ്കര സേഫ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. ബിക്കോസ് എനിക്കുള്ള എക്സ്പീരിയൻസസും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഗൈസ്, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലോട്ട് കയറാനായിട്ട്. സോ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരെ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല. സോ യെസ്, അത് മേ ബി എനിക്ക് തോന്നി. അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ലോൺലിനെസ് ആയതുകൊണ്ടാണോ, നമുക്കതെല്ലാം മനുഷ്യർക്കും തോന്നുന്നതാണ് ഗൈസ്. ചിലപ്പം നമ്മളൊരാളെ കെട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം ഈ ഒരു ലോൺലിനെസ് വരത്തില്ല, നമ്മൾ ഹാപ്പിയാണെന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അത് മറിച്ചും സംഭവിക്കാം. കഷ്ടപ്പാടിലോട്ടായിരിക്കും ചിലപ്പോൾ ചാടുന്നത്. അത് വി നെവർ നോ. ഡു യു തിങ്ക് ഏജ് റിയലി മാറ്റേഴ്സ് വെൻ ഇറ്റ് കംസ് ടു ചേസിങ് യുവർ ഡ്രീംസ് ഓർ സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ? എടാ, എൻ്റെ ലൈഫ് തന്നെ നീ നോക്കി നോക്കടാ. ഈ വ്ളോഗിങ് പോലെ ഒരു സാധനം ഏകദേശം ഒരു ആംബിവേർട്ടെന്ന് പറയാൻ തന്നെ. എനിക്ക് അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എൻ്റെ മുഖം പോലും കാണിക്കാൻ താല്പര്യമില്ല എന്നൊരാളാണ്. നിങ്ങൾ വേണമെങ്കിൽ ഷാസിൻ്റെ വ്ളോഗ് എടുത്ത് നോക്കിയാലും ശരി, ആരുടെ വ്ളോഗ് എടുത്താലും ശരി, എനിക്ക് ആൾക്കാരുടെ വ്ളോഗിലൊക്കെ വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ട് പോലും ഞാൻ സംസാരിക്കാറും ഇല്ലായിരുന്നു. ഞാൻ ലൈക്ക് അധികം അങ്ങോട്ട് ക്യാമറ ഫ്രണ്ടിൽ വരാറുമില്ല. സെൽഫി പോലും അധികം എടുക്കാതെ. എൻ്റെ ഫോട്ടോസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സെൽഫി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു മനുഷ്യൻ ഞാനായിക്കൂടാ. വല്ലപ്പോഴും ഒക്കെ ഒരു ഫോട്ടോ എടുത്താലായി. അപ്പോൾ അത്രമാത്രം ഇതിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു മൊബൈലും വെച്ച് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഏജ് ഒന്നും ഇല്ലടാ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും തോറും മേ ബി നമ്മൾ റിസ്ക് എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് കൂടും. ലൈക്ക് ഇറ്റ് ഡസൻ മാറ്റർ. ഇനിയിപ്പോൾ എന്തോന്ന്, ഇനിയിപ്പോൾ നമ്മൾ ആരെ പേടിച്ചിരിക്കണം, നമ്മൾ എന്ത് നാണിച്ചിരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് തോന്നും. ഞാനും അത്രേ ഉള്ളൂ ഗൈസ്, ഗോയിങ് വിത്ത് ദ ഫ്ലോ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഏജ് ഒന്നും ഒരു ഇഷ്യൂ അല്ല. ആൾക്കാർ ഇപ്പം ഇത് കാണുന്ന ഏതെങ്കിലും ഇപ്പം എൻ്റെ ഏജിലുള്ളവരോ അല്ലെങ്കിൽ അതിൽ കൂടെയുള്ള ഏജ്, അതിൽ ഈ ഒരു ഏജ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല ഗൈസ്. നമുക്കിത് സന്തോഷം തരുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പം എനിക്ക് സന്തോഷം തരുന്നത് തന്നെ എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്, മനസ്സിലായില്ലേ?
എനിക്ക് ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നെഗറ്റീവ്സ് ആണെങ്കിൽ ഇപ്പം എന്നെ കൊണ്ട് പറ്റൂല. ഇപ്പം ഞാനീ പറയുന്നതൊന്നും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു നെഗറ്റീവ് ബീയിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സന്തോഷമോ എന്തെങ്കിലും ഒരു സമാധാനം ഈ വീഡിയോ കണ്ടിട്ട് തോന്നുകയാണെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റണം ഗൈസ്. ഞാനീ പറയുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി ടു ഡു ദിസ് ആൻഡ് ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദിസ്. അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമൃത ബിനോയ്. I am just a 17-year girl addicted to your videos, ചേട്ടാ. I like your videos because there is no gimmicks. The videos got a pace and a calm nature, ചേട്ടാ. Please don't change your video style. ക്വസ്റ്റ്യൻ അല്ല, അത് ജസ്റ്റ് ഒരു ഇതാണ്. പക്ഷേ താങ്ക് യു സോ മച്ച് അമൃത. അഡിക്റ്റഡ് ഒന്നും വേണം. ഞാൻ ഒന്നാമത്തെ കാര്യം അങ്ങനെ വീഡിയോ ഇടാറില്ല. വളരെ കുറച്ച് എനിക്ക് ഭയങ്കര മൈൻഡ് ബ്ലോക്ക് ഉണ്ട് കേസ്. ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ച കേസാണ്. ഇപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ട് കുറേ ആ ഒരു അടച്ചു പൂട്ടി ആൾക്കാരത്തൊന്നും അങ്ങനെ മിങ്കിൾ ചെയ്യാതെ നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ മനസ്സിൽ ഞാൻ സംസാരിക്കുകയാണ് ഒരുപാട്, ഇങ്ങനെ പല പല സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ സംസാരിക്കും. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ഇത് കാണുന്നത്. ലൈക്ക് വാട്ട് എവർ എൻ്റെ മനസ്സിലെ മൈൻഡ് ടോക്സ് എന്തായിരുന്നു അത് ഞാൻ ഇപ്പോൾ തൽക്കാലം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. സോ ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ചിലർ വന്ന് ഞാൻ കുറച്ച് സംസാരിക്കുന്നുണ്ട്. എടാ ഇത് എൻ്റെ മൂഡ് അനുസരിച്ചാണ്. ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും, കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഉൾവലിഞ്ഞ് ആ ഒരു സംഭവം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലൊരു ഗിമ്മിക്സും ഇല്ല. ഞാൻ ഇതൊരു ഗിമ്മിക്സ് കാണിക്കാൻ വേണ്ടിയുള്ള ചാനലൊന്നും അല്ല ഗൈസ്. എൻ്റെ ലൈഫ് എന്താണ്, ഞാൻ എന്തൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഇവൻറ്റ്സ് നടക്കുന്നു, അതൊക്കെ എനിക്ക് കാണിക്കാൻ തോന്നുന്നതൊക്കെ ഞാൻ ഇതിൽ വീഡിയോ ആയിട്ട് ഇടും ഗൈസ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്നുള്ളൊരൊറ്റ ഇതേ ഉള്ളൂ. സോ അത് മാറൂല ഗൈസ്. ഞാൻ അങ്ങനെയാണ്, അതേപോലെ ആയിരിക്കും ഈ ചാനലിൽ ഞാൻ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ അമൃത, താങ്ക് യു. പിന്നെ അടുത്ത ദേവ് സുബ്രഹ്മണ്യം. ബ്രോ എങ്ങനെയാണ് എപ്പോഴും കാമായിട്ടിരിക്കുന്നത്? ബിഗ് ഫാൻ ബ്രോ. ഇവിടെ കാമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലൈഫ് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ വയലൻ്റ് ആയിട്ടിരുന്നിട്ടോ നമ്മൾ എക്സെൻട്രിക് ആയിട്ടിരുന്നിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ കാമായിട്ടിരിക്കുന്നതാണ് ഗൈസ് ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അതായത് നമ്മളിപ്പം സങ്കടമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കേട്ടാലോ സന്തോഷമായിട്ടുള്ളൊരു കാര്യം കേട്ടാലോ നമ്മളതൊരു ഈക്വൽ ലെവലിൽ കൊണ്ടുപോകാൻ നോക്കണം. ബിക്കോസ് ആ ഒരു റെസ്പോൺസും റിയാക്ഷൻസും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഈക്വലൈസ് ചെയ്യാൻ നോക്കുക. അതായത് ഒത്തിരി സന്തോഷം കാണിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കൊരു സങ്കടം വരും, എന്തെങ്കിലും രീതിയിൽ വരും. അപ്പോൾ സത്യം പറഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. ഇത് രണ്ടും ഒരേപോലെ കണ്ടു പോകുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു കാംനെസ് വരുന്നത്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സന്തോഷം വരത്തില്ല, ഭയങ്കര സങ്കടവും വരത്തില്ല. വരുന്നതെല്ലാം ഉള്ളിൽ ആ സാധനം ഇങ്ങനെ വന്നിട്ട് എന്താ പറയുമല്ലോ, ഇങ്ങനെ അലയടിച്ചിട്ട് അങ്ങ് പോകും. അതാണ് സംഭവം. മേ ബി ഇയേഴ്സ് ഓഫ് ലീവിങ് ലൈക്ക് ദിസ്, അതുകൊണ്ടായി. അടുത്ത ഗൈസ്, ഫുഡ് അറൗണ്ട് യു 3858. വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ? അത് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇത് ലെങ്തി ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയില്ല. ഞാൻ മാക്സിമം അത് ഇതിൽ ലൈക്ക് റോ ആയിട്ട് പറയുന്നതാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 2 വർഷമായിട്ട് പ്ലാൻ ചെയ്യണം ഈ ചാനൽ തുടങ്ങാം. ബിക്കോസ് ഷാസിൻ്റെ വീഡിയോസും ഒക്കെ കാണുമ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇത് തുടങ്ങിയാലോ, കുറച്ച് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സാധനങ്ങൾ. അവൻ ടെക്കല്ലേ ചെയ്യുന്നത്, ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സാധനങ്ങൾ ഞാനും ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കഴിഞ്ഞ ഏപ്രിലോ മാർച്ചിലോ എന്താണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ തുടങ്ങി. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. ലൈക്ക് BTS എടുക്കുന്നത്, ഞാൻ അതിന് വേണ്ടി വീഡിയോ എടുത്ത് എനിക്കതൊരു നാച്ചുറാലിറ്റിയും തോന്നിയില്ല. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയി. ഇപ്പോൾ വീഡിയോ എഡിറ്റർ ആയാലും വീഡിയോഗ്രാഫർ ആയാലും ഇവരൊക്കെ സമയത്തിനും കാലത്തിനും അനുസരിച്ച് തന്നെ അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ഞാൻ കണ്ടന്റ് ചെയ്യണമെന്നുള്ള സിറ്റുവേഷനായി. അതെനിക്ക് ഒട്ടും പറ്റാതായപ്പോൾ ഞാൻ പിന്നെ അങ്ങ് വിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇതൊരു കഴിഞ്ഞ വർഷമേ ഇതിപ്പോൾ ചെയ്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കാനുള്ളതാണ്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇൻട്രാക്റ്റീവ് രീതിയിലുള്ള സംഭവമായിരുന്നു എനിക്ക് പണ്ടേ തുടക്കത്തിലെ ആഗ്രഹം ഇതായിരുന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, പല ആൾക്കാരുടെ ഇടപെടലും തോട്ട് പ്രോസസ്സും കാരണം അത് ഞാൻ ഡിലേ അടിച്ച്. അതാണ് പ്രശ്നമായത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ആ പോഡ്കാസ്റ്റിൽ ആക്സിഡൻ്റലി ഞാൻ വിചാരിച്ചതൊന്നുമല്ല ഞാൻ ആ പോഡ്കാസ്റ്റിൽ വരും എന്നുള്ളത്. കാർത്തികിൻ്റെ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ വന്നിരിക്കണം. ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഞാനൊരു ഫില്ലർ പോലെ വന്നിരിക്കും എന്നായിരിക്കും. പക്ഷേ എനിക്ക് അതിൽ ഒരുപാട് സംസാരിക്കാനും പറ്റി. സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് സംസാരിക്കാൻ പറ്റും, എനിക്ക് അതിനുള്ള കഴിവുണ്ട്. അത് ആ പോഡ്കാസ്റ്റിൽ നിങ്ങൾ കണ്ടതാണ്. ഞാനത് വ്ളോഗിലും ചെയ്യുന്നു എന്നേ ഉള്ളൂ ഗൈസ്. എനിക്ക് ആ ഒരു കംഫർട്ട് സോൺ തന്നത് ആ പോഡ്കാസ്റ്റിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സാണ്. ആ കമൻറ്റ് കണ്ടതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ വ്ളോഗിങ്ങിലോട്ട് ഇറങ്ങാമെന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സപ്പോർട്ടീവായിട്ട് ഷാസുണ്ട്, കാർത്തിക് ഉണ്ട്.
ഇവരൊക്കെ എന്നെ പണ്ടേ പുഷ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു പോഡ്കാസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് കൂട്ടിയത് കേസ്. ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അതിലും അല്ല ആരെങ്കിലും നെഗറ്റീവ് അടിച്ചിരുന്നെങ്കിലോ, ആരെങ്കിലും ഇത് ലൈക്ക് എന്നെ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യാത്തൊരവസ്ഥയിലായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ ഇത്രയ്ക്ക് എന്തൂസിയാസ്റ്റിക് ആയിട്ട് വീഡിയോസ് ഇടത്തില്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാർത്തികിനെ വിളിക്കുന്നതാടാ ഞാൻ നിൻ്റെ കൂടെ വരാം, ഫുഡ് അടിക്കാൻ വരാം, ഇങ്ങനെ മറ്റേ ബൈക്കിൽ നമുക്ക് എഗ് പഫ്സ് കഴിക്കാൻ പോകാം എന്നുള്ള രീതിയിലൊന്നും ഞാൻ എഫേർട്ട് കൊടുക്കത്തില്ല. ഈ ഒരു വ്ളോഗ് ചാനൽ മുന്നോട്ട് പോകത്തുമില്ലായിരുന്നു. സോ ആ പോഡ്കാസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ചെയ്തവരും ഇപ്പം എൻ്റെ ഈ വ്ളോഗ്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നവരാണ് ഗൈസ് എൻ്റെ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ്. സത്യമാണ് കേട്ടോ, ഒരു കള്ളവും ഇല്ല, സത്യമായിട്ട് പറയണേ. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡു യു കം അപ്പ് വിത്ത് ന്യൂ വീഡിയോ ഐഡിയാസ്? എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ട് ഗൈസ് എൻ്റെ മനസ്സിൽ. പക്ഷേ ദ തിങ് ഈസ് എല്ലാം റോ ആയിരിക്കും എനിക്ക്, ബിക്കോസ് എനിക്ക് വലിയ എഡിറ്റിംഗ് അറിയത്തില്ല. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് പഠിക്കാൻ, പക്ഷേ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്കൊരു റോ ആയിട്ടുള്ളൊരു വ്ളോഗ്, അതായത് മോർ ലൈക്ക് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് പോലെയാണ് എൻ്റെയും താല്പര്യം. എന്നെ കൊണ്ട് അതേ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരുപാട് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. വീണ്ടും ഡിലേ അടിക്കും, പിന്നെ ഈ ചാനൽ ഇല്ലാതാവില്ലേ. കഴിഞ്ഞ വർഷം അത് ഒരു സ്റ്റാഗ്നൻസി വന്ന പോലെ ആയിപ്പോവും. അത് ഇനി എനിക്ക് താല്പര്യമില്ല, ബിക്കോസ് എനിക്ക് ഇത്രയും ആൾക്കാർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുള്ളപ്പം ഞാൻ അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കുന്നത് മോശമാണ്. സോ ഉള്ള ഐഡിയാസൊക്കെ വെച്ച് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കും ഗൈസ് വീഡിയോസ്. ഹാവ് യു എവർ ഹാഡ് ക്രിയേറ്റേഴ്സ് ബ്ലോക്ക്? ഹൗ ഡിഡ് യു ഡീൽ വിത്ത് ഇറ്റ്? ക്രിയേറ്റർ ആസ് എ ഫോട്ടോഗ്രാഫറാണ്, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. കൊറോണ സമയം മുതൽ ക്രിയേറ്റീവ് ബ്ലോക്ക് ആയിരുന്നു ഗൈസ്. ഞാൻ ഒരു 3 വർഷം ഞാൻ ഒരു വകയും ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. അത്യാവശ്യം ഞാൻ ദുബായിൽ നല്ല രീതിയിൽ ഫോട്ടോ എടുത്തുകൊണ്ട് നടന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. പക്ഷേ പ്രോബ്ലം ഈസ് ഈ കൊറോണ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് എന്താണ് പറ്റിയെന്ന് അറിയാം. നമ്മൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന വർക്കും സംഭവങ്ങളും ഒക്കെ നോക്കിയിരിക്കും. അപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. ബാക്കിയുള്ള ആൾക്കാരെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവരൊക്കെ വെളി രാജ്യങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നു. ദുബായിൽ തന്നെ ഒത്തിരി ഫോട്ടോഗ്രാഫർമാർ പുതുതായിട്ട് വന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഒത്തിരി ന്യൂ ക്രിയേറ്റേഴ്സും വന്ന് റീൽസ് ഭയങ്കര ട്രെൻഡിങ് ആയി. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം മൊത്തത്തിൽ ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയി. ഇനി എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള സെറ്റപ്പിൽ ഞാൻ ആലോചിച്ച് തുടങ്ങി. എൻ്റെ സ്റ്റൈൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെ ഒരുപാട് സെൽഫ് ഡൗട്ടും വന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നു ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആ കൂടെ സപ്പോർട്ട് ചെയ്യണത് എൻ്റെ ബ്രദറാണ്. അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യ്. ബിക്കോസ് അവനറിയാം ഞാൻ എങ്ങനെയാണ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. ഫോട്ടോഷൂട്ട് ആയാലും അത് എൻ്റെ ഒരു പാഷൻ രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് മൊത്തത്തിലും കട്ടായി ഗൈസ്. അത് എനിക്ക് തോന്നുന്നു വീട്ടിൽ ഇരുന്നിരുന്നുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ആ ഒരു എക്സ്ട്രോവേർട്ട് നേച്ചറും പോയി. എനിക്കാണെങ്കിൽ ആൾക്കാരോട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു സൈഡുണ്ട്, ആ സൈഡ് പോയി മൊത്തത്തിൽ. ഞാൻ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കാതായി. എനിക്ക് 1-2 ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് പോർച്ചുഗലിൽ എൻ്റെ ഫ്രണ്ട്, അവൾ ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഷാസ്, അവനാണ് എൻ്റെ മെയിൻ ആള്. ഞാൻ എവിടെ കൊച്ചിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അവനുമായിട്ട് ഞാൻ കറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് കാർത്തിക്കുമായിട്ട് കറങ്ങി തുടങ്ങിയത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോനു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടുണ്ട്, ഷാസിൻ്റെ ക്ലാസ്മേറ്റാണ് അവനും. പിന്നെ സുഹേർ. ഈ 4 ആൾക്കാരുമാണ് മെയിൻ സംഭവം എൻ്റെ. അപ്പോൾ ഇവരൊക്കെ ആയിട്ടാണ് ഞാൻ കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, സനി ബ്രോ, സനി ചേട്ടാ ചെയ്യ്, വീണ്ടും തുടങ്ങ്, ഫോട്ടോഗ്രാഫി വ്ളോഗ് തുടങ്ങ്, യൂട്യൂബ് തുടങ്ങുക. ഇത് ഏത് വർഷം പോലും ഞാൻ കേൾക്കാൻ തുടങ്ങിയെന്നറിയാം. അത് കേട്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും ആ ഒരു പേടിയുണ്ട്. ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, നമ്മൾ ഈ യൂട്യൂബ് സ്പേസിന് പറ്റിയ ആളാണോ, നമ്മളെ ലുക്ക് വെച്ച് ആൾക്കാർ ജഡ്ജ് ചെയ്യുമോ, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് നമ്മളെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ നമ്മൾ ആലോചിച്ച് കൂട്ടും. ഫൈനലി ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്കൊരു നിങ്ങളുടെ അക്സെപ്റ്റൻസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾക്കാർ നമ്മളൊരു നോർമൽ ഹ്യൂമൻ ബീങ് ഹൂ ടേക്സ് എഫേർട്ട്, അല്ലെങ്കിൽ ഹൂ ഈസ് ട്രൈങ് ഹിസ് ബെസ്റ്റ് ടു കം ബാക്ക് ടു ലൈഫ് എന്നുള്ളൊരു സാധനം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടതിൻ്റെ ആ ഒരൊറ്റ കോൺഫിഡൻസിലാണ് വീണ്ടും ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഗൈസ്. ക്രിയേറ്റീവ് ബ്ലോക്കൊക്കെ ഉണ്ട് ചെറുതായിട്ട്. എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ട്. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നല്ലതാണോ, ആൾക്കാരത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഭയങ്കര സെൽഫ് ഡൗട്ട് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് മാറ്റാനായിട്ട് ചിലപ്പോൾ ടൈം എടുക്കുമായിരിക്കും. ഞാൻ മാക്സിമം ഷൂട്ട്സ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ഐ വിൽ ടേക്ക് ആ ഒരു എഫേർട്ടും കൂടെ എൻ്റെ സൈഡിൽ നിന്ന് എടുത്ത് നോക്കാം. അതാണ് ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വീഡിയോ ആർ യു മോസ്റ്റ് പ്രൗഡ് ഓഫ് ആൻഡ് വൈ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കാർത്തികിനെയും വിളിച്ചുകൊണ്ട് എഗ് പഫ്സ് കഴിക്കാൻ പോയ സാധനം അത് ഞാൻ തന്നെ ഇട്ട് ഐഡിയ ആണ് ഗൈസ്. ബൈക്കിൽ പോയി എഗ് പഫ്സ് കഴിക്കാൻ എന്നുള്ള രീതി. അതെനിക്ക് സത്യം ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം എൻ്റെ അടുത്ത് പറഞ്ഞ നൊമാഡിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ ദുബായിലുള്ളതാണ്. അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എഗ് പഫ്സ് കഴിക്കാൻ പോകുന്നു പറഞ്ഞു, മറ്റേ ഫസ്റ്റ് എഗ് പഫ്സ് സ്റ്റാർട്ട് ചെയ്തോന്നുള്ളു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, വെറുതെ എഗ് പഫ്സ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു രസമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ബൈക്കിൽ ഇറങ്ങി. പക്ഷെ മഴയൊക്കെ പെയ്യുമെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. കാർത്തിക്കിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിടേ നീ വന്ന് എൻ്റെ കൂടെ ഒരു എഗ് പഫ്സ് കഴിക്കാൻ പോകാമെന്നുള്ള രീതിയിൽ കാർത്തികിനെയും കൂടെ കൂട്ടി
അത് അങ്ങനത്തെ ഒരു വ്ളോഗാക്കി. മഴ പിന്നെ പെയ്തതോടുകൂടി അതൊരു നാച്ചുറൽ രീതിയിലുള്ളൊരു സംഭവമായി. മൈക്കടിച്ച് പോയതോടെ വോയിസ് ഓവറായി. അപ്പോൾ ആക്ച്വലി അത് ഞാൻ എൻജോയ് ചെയ്തത്. നൈസായി. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇറ്റ് വെൻറ്റ് വെൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ 200K അടിച്ച വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഭയങ്കര പ്രൗഡാണ്. ഒത്തിരി ആൾക്കാർക്ക് നന്ദി പറയാനുണ്ട്. അതിൽ നൊമാഡിയന് നന്ദി പറയാനുണ്ട്, കാർത്തികിന് നന്ദി പറയാനുണ്ട്, നാരായണൻകുട്ടി, സോനു, അവരൊക്കെ വന്നായിരുന്നു അന്ന് എൻ്റെ കൂടെ ഒരു സപ്പോർട്ടിന്. അവരെല്ലാവരും ഉണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ലേ. അപ്പോൾ എല്ലാവരും അവരുടെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് ഇറ്റ്സ് വെരി സ്പെഷ്യൽ. അങ്ങനെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സഞ്ജു ഇൻസ്റ്റ. ഹൈ ബ്രദർ, വാട്ട്സ് യുവർ ഫേവറേറ്റ് ക്യാമറ? അവിടെ തുടങ്ങിയതും കാനണിലാണ്. കാനൺ 450Dയിലാണ് ഞാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ 7D, പിന്നെ 5D Mark II, പിന്നെ ഇപ്പം R6 Mark II. എല്ലാം കാനൺ തന്നെയാണ് ഗൈസ്. സോ കാനൺ ഈസ് ഓൾവേസ് മൈ ഫേവറേറ്റ് ക്യാമറ. വേറൊരു ക്യാമറ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് സിങ്ക് ആയിട്ടില്ല. കാനൺ ഇപ്പോൾ കുറച്ചൊരു കളർ സയൻസ് ഭയങ്കര ഒത്തിരി ഡൾ രീതിയിൽ വരുന്നുണ്ട്. പണ്ട് കുറച്ചുകൂടെ രസമായിരുന്നു, കുറച്ചുകൂടെ ട്രൂ ടു ലൈഫ് കളേഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടെ ഈ മിററിലെ സംഭവം വന്നതിന് ശേഷം ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് DSLR-നെ കാട്ടി. അത് അവരൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ കാനൺ പൊളിയാണ് ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ജ്യൂസ് 4. വാട്ട് ഡു യു തിങ്ക് ഓഫ് യു? ബെസ്റ്റ് തിങ് ഡൺ ഇൻ യുവർ ലൈഫ് ആൻഡ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് അറ്റ് ഇൻസ്പയർഡ് ഓർ ഹെൽപ്ഡ് യു ഇൻ ലൈഫ്? വാട്ട് ഡു യു തിങ്ക് ഓഫ് യു? ബെസ്റ്റ് തിങ് ഡൺ ഇൻ യുവർ ലൈഫ്. വാട്ട് ഡു യു തിങ്ക് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, എനിക്ക് ഞാൻ എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ആൾക്കാർക്ക് ഈ നല്ലത് വരുന്നത് കാണുന്നത് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ റീലൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ഈ മെയിൻലി കാണുന്നത് ഈ ഓരോ കോമ്പറ്റീഷൻ ജയിക്കുന്നവർ, അച്ചീവ്മെൻറ്റ് നടത്തുന്നവർ, ട്രാവൽ ചെയ്യുന്നവർ, ഓരോരുത്തരുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നവരുടെ സാധനം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. ലൈക്ക് സന്തോഷം കൊണ്ട് വിഷമം വരും. സോ എനിക്ക് എപ്പോഴും അങ്ങനെ ആൾക്കാർ രക്ഷപ്പെടുന്ന കാണാൻ ഇഷ്ടമാണ്. എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരാവാം, എന്നെ ഇഷ്ടപ്പെടുന്നവരാവാം. അവർക്കൊക്കെ നല്ലത് വരുന്ന കാര്യം ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരുപാട് കേസുണ്ട്. ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പിലായാലും അവർക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം, അവർക്ക് വേറെ ഒരാളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം. അപ്പം അങ്ങനെ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹാപ്പിനെസ് ഞാൻ കളയും കേസ്. ഞാൻ എന്തൊരു സാക്രിഫൈസ് ചെയ്ത് അവർ ജീവിതത്തിൽ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് അതാണ് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ ഞാനത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ സാക്രിഫൈസ് ചെയ്യും. വിഷമം എനിക്കല്ലേ കേസ്, അവർക്കും ഉണ്ടാവും ഒബ്വിയസ്ലി. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് അവർ അത് ആ ഒരു ജേർണിയിലോട്ട് മൂവ് ചെയ്തു എന്നുള്ളൊരു സംഭവം. എനിക്ക് അത് എൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണും ഗൈസ്. ബിക്കോസ് സാക്രിഫൈസിങ് ആൻഡ് സംഭവം എല്ലാവർക്കും പറ്റത്തില്ല. എല്ലാവരും സെൽഫിഷാണ്. അവർ മാക്സിമം നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സന്തോഷം കിട്ടിയില്ലെങ്കിലും സ്വന്തം സന്തോഷമാണ് വലുതെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം ഗൈസ് എനിക്കത് എന്നെപ്പറ്റി ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ സാധനം. ബെസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് അറ്റ് ഇൻസ്പയർഡ് ഓർ ഹെൽപ്പ് യു ഇൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ള പേഷ്യൻസ് ലെവല്, പിന്നെ എനിക്ക് എൻ്റെ ബ്രദർ, അവൻ ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ മറ്റേ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നടക്കുന്ന സ്നേഹമൊന്നുമല്ല, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും. അതിപ്പം എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ പറഞ്ഞാണോ, ബിക്കോസ് ഹീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. മേ ബി ഏറ്റവും ഇളയ ആളുണ്ടായിരിക്കാം. പിന്നെ അവനുമായിട്ട് ഞാൻ പറയില്ല, ഇപ്പം എൻ്റെ ഒരു കഷ്ട സിറ്റുവേഷനിൽ കണ്ടറിഞ്ഞ് ഹെൽപ്പ് ചെയ്ത ഒരേ ഒരാൾ അവനാണ് ഗൈസ്. അത് ബാക്കി എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ തിങ് ഈസ് എൻ്റെ അവസ്ഥയും മനസ്സിലാവുകയും ചെയ്യും. ബിക്കോസ് അവനും ആ ഒരു രീതിയിൽ കൂടെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് അവനും മനസ്സിലാവും ഞാൻ എന്താണ് പോകുന്നത്. ഇപ്പോൾ ക്രിയേറ്റീവ് ബ്ലോക്കിൻ്റെ സിറ്റുവേഷൻ ആയാലും ശരി, ഇപ്പോൾ ലോൺലിനെസ് അടിക്കുന്നത് ശരി, സ്വന്തമായിട്ട് ഞാൻ ആ റൂമിൻ്റെ അകത്ത് തന്നെയാണ്. എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വേൾഡാണ്. ഞാൻ ആ വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗിഫ്റ്റാണ്. എന്നെ സ്നേഹിക്കുന്നതിൽ വൺ ഓഫ് ദി ടോപ്പ് ആൾ അവനാണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് വെരി വലിയൊരു ഗിഫ്റ്റ് എനിക്ക്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇബിൻ. സനുബ്രോ എങ്ങനെ എത്ര കൂളാകുന്നു? എടാ ഞാൻ കൂളൊന്നും അല്ലടാ, ഞാൻ ഭയങ്കര ഒരു പാവമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ കൂളാവാനൊന്നും അറിയത്തില്ല. ഒന്നാമതായി എനിക്ക് അങ്ങനെ കൂളായിട്ട് കാണിക്കുന്നതും ഇഷ്ടമല്ല. ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞു. ഒന്നാമതായി ഞാൻ ഇനി എന്തോന്ന് കൂളായിട്ട് കാണിക്കാനടാ. ഇനി ആ കൂടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറേ വീഡിയോസ് എടുക്കുക. എനിക്ക് അത്യാവശ്യം ഒരു സോഷ്യൽ ലൈഫ് ഉണ്ട്, ലൈക്ക് വിച്ച് ഐ എം നോട്ട്, ആ ഒരു സൈഡിലോട്ട് ഞാൻ പോയിട്ടില്ല. പണ്ട് എനിക്കുണ്ടായിരുന്നു അത്യാവശ്യം. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം ഫിലിം ഫീൽഡിലായാലും മോഡലിംഗ് ഫീൽഡിലായാലും ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങനെ ആരുമായിട്ട് റെഗുലർ ടച്ചിലുള്ള ഒരാളല്ല. എപ്പോഴെങ്കിലും വെളിയിൽ കാണുമ്പോൾ ഹൈ ഹലോ പറഞ്ഞ് അങ്ങനെ പോകുന്ന സംഭവം. സോ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കൂളാവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വിച്ച് ഐ എം നോട്ട് യൂട്ടിലൈസിങ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. പക്ഷേ ഞാൻ വ്ളോഗിൽ കൂടെ ഞാൻ മാക്സിമം കഴിച്ച് ഞാൻ
ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സിനെയും എനിക്കറിയാവുന്ന ആൾക്കാരെയും പറ്റുമെങ്കിൽ സെലിബ്രിറ്റികളൊക്കെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ വ്ളോഗിൽ. പക്ഷേ മാക്സിമം ഞാൻ നോക്കാം ഗൈസ്, ഓരോരുത്തരായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. ലെറ്റ്സ് സീ. കുറച്ച് നമ്മുടെ സ്റ്റൈലിലുള്ള വ്ളോഗ്സ് മനസ്സിലായോ. അടുത്ത നിക്സ് 2344. How did you come out of your comfort zone and how did you feel when you become more socially active? അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു വെച്ചിട്ടായിരിക്കും. ബിക്കോസ് കംഫർട്ട് സോണിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആ റൂമിലിരുന്ന ഒരു ജീവിതമാണ്. അപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്നത് കാർത്തിയാണ് വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അതിന് അവനൊരു വലിയ താങ്ക്സ് ഉണ്ട് ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നു പോയാനെ, എൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നു പോയാനെ, ഞാൻ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് കാർത്തിക്കൊരു നന്ദി, കാർത്തിയെ പുഷ് ചെയ്ത എൻ്റെ ബ്രദറിനൊരു നന്ദി. അപ്പം ഇവർ രണ്ടുപേരാണ് മെയിൻ ഞാൻ ഇങ്ങനെ ഒരു ലെവലിലോട്ട് ഇറങ്ങിയതിന് മെയിൻ താങ്ക്സ്. അതാണ്. ചിലർ പറഞ്ഞു നെപ്പോ എടാ നെപ്പോ എന്നൊക്കെ പറയാനായിട്ട് ഞാൻ ഇവർക്ക് മുമ്പേ തന്നെ സെലിബ്രിറ്റികളൊക്കെ ആയിട്ട് അത്യാവശ്യം കണക്ഷനും അവരൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു നെപ്പോട്ടിസം കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പുഷ് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്, ലൈക്ക് സെലിബ്രിറ്റീസ് ആൾക്കാർ. ആ സമയത്തൊക്കെ ഞാൻ ആരുടെയും ഹെൽപ്പൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ലൈക്ക് നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരിങ്ങോട്ട് എന്നെ പുഷ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി. അല്ലാതെ അവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയൊരു സെലിബ്രിറ്റി ആവണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സാധനം പുഷ് ചെയ്യണമെന്നില്ല. അവരവരുടെ ഇഷ്ടത്തിനാണ്. അവരിപ്പോൾ എൻ്റെ ഒരു സാധനം ഷെയർ ചെയ്യണമെങ്കിൽ പോലും ഞാൻ ചോദിച്ചിട്ടല്ല ഗൈസ്, അത് അവർ തന്നെ ഇഷ്ടപ്പെട്ട് അവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എന്നെ കൊണ്ട് വീഡിയോ ഫീച്ചർ ചെയ്യിപ്പിക്കുന്നതായാലും വീഡിയോ എടുക്കാനായിട്ട് ഈ പുഷ് ചെയ്തതായാലും അത് അവരുടെ ടോട്ടലി അവരുടെ ആ ഒരു ഇഷ്ടത്തിന് അവർ ചെയ്യുന്നതാണ്. അത് ഞാൻ പറയുന്നടാ ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊന്നുമല്ല. ആ കൂടെ ഞാൻ ചോദിച്ചത് തന്നെ കാർത്തികിൻ്റെ ചോദിച്ചിടാ, അവൻ്റെ ഫുഡ് വ്ളോഗിൽ ഞാൻ പോകുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചു നീ എൻ്റെ ഒരു ഫുഡ് വ്ളോഗ്, ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഫുഡ് വ്ളോഗ് ചെയ്യുന്നതല്ലേ, നീ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചാൽ അവൻ ഹാപ്പി ആയിട്ട് അവൻ അതിന് വേണ്ടി സമയം കണ്ടെത്തി. ഇല്ലാത്ത സമയത്ത് മഴയും നനഞ്ഞ് ബൈക്ക് ഓട്ടിച്ച് നമ്മൾ പോയി. ആ ഒരു സാധനത്തിന് വെരി താങ്ക്ഫുൾ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാർത്തി ആ രീതിയിൽ ഭയങ്കര ഇൻസ്പയറിങ്ങുമാണ് അവൻ. ഞാൻ പറയാം, അവൻ വെറുതെ അല്ല അവൻ ഇത്രയും വലിയൊരു ക്രിയേറ്റർ ആയത്. അവൻ ആ ഒരു നന്മയുണ്ട് അവൻ്റെ മനസ്സിൽ. ചിലർ ഭയങ്കരമായിട്ട് അവനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അത് ഗൈസ് നമ്മൾ ആൾക്കാരുടെ വേ ഓഫ് ബിഹേവിങ് ആണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്താണെന്നുള്ളത് അവരെ നമ്മൾ ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്താൽ ലൈക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ കാർത്തി എങ്ങനെയാണ് പിന്നെ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ ഭയങ്കര ഹൈപ്പറായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കത്തി വെച്ച് സന്തോഷം അങ്ങനെ ഒരു രീതിയിൽ അവൻ എന്തെങ്കിലുമൊക്കെ അവൻ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അവൻ എല്ലാവരും അവൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെയും അവൻ നാട്ടുകാരെയും അവനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ അവരുടെയൊക്കെ നന്മ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് അവൻ. അതിപ്പം കുറച്ച് നാളായിട്ട് അറിയുന്നുണ്ടെങ്കിലും അവനത് എക്സ്പ്രസ് ചെയ്യാനും അറിഞ്ഞുകൂടാ. മനസ്സിലായില്ല. അത് ചില സമയത്ത് നമ്മൾ വിചാരിക്കും അവൻ കളിച്ചൊക്കെ ചിരിച്ച് പോകുമ്പോൾ അവൻ എന്തോ ഒരു തമാശ മട്ടിൽ പറയുന്നതല്ല. പക്ഷെ ഗൈസ് അവൻ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല നന്മയുള്ള ഒരുത്തനാണ്. അവന് ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു ക്രിയേറ്ററായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു മനുഷ്യനാണ് അവനെ. ഞാൻ പറഞ്ഞേ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അവനെ പറ്റുന്ന രീതിയിൽ അവൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുത്തനാണ്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഫാക്ടർ ടു കം ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. പിന്നെ അടുത്ത സുമൽ, ഹൗ സിംഗിൾ ലൈഫ്, ഓൾസോ ടെൽ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഹാവിങ് എ ലൈഫ് ലൈക്ക് ദിസ് ആൻഡ് ഈസ് ദെയർ സംതിങ് എൽസ് വിച്ച് യു വിഷ് ടു അച്ചീവ് അതർ ദാൻ ബീങ് എ ഗ്രേറ്റ് ബ്ലോഗർ? ഹോപ്പ് യു വിൽ ആൻസർ. സിംഗിൾ ലൈഫിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. സിംഗിൾ ലൈഫിൻ്റെ ഏറ്റവും വലിയ പ്രോ എന്ന് പറയുന്നത് സമാധാനം. അതായത് നമ്മൾ ടെൻഷനും സ്ട്രെസ്സും അടിക്കേണ്ട ആവശ്യമില്ല. അതായത് വേറൊരാളുടെ സന്തോഷം നോക്കണം, കോൺഫ്ലിക്ട്സ് ഉണ്ടാകാതെ നോക്കണം, പിന്നെ ലൈഫ് നമ്മൾ മാനേജ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഒരു എന്തോ റെസ്പോൺസിബിലിറ്റിയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനമായാലും എന്തായാലും കല്യാണം എന്ന് പറഞ്ഞ സാധനമായാലും അത് നമ്മൾ 100% നമ്മൾ എഫേർട്ട് ഇടാൻ റെഡി ആയിരിക്കണം. പിന്നെ നമ്മൾ 100% എഫേർട്ട് ഇടാൻ റെഡി ആയിട്ടുള്ള ഒരാളെ കിട്ടണം. അത് കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ സിംഗിൾ ലൈഫിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ സിംഗിൾ ലൈഫ് ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ പറയില്ല. കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺലിനെസ്സും, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ഭയങ്കരമായിട്ടൊരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ആരും കാണത്തില്ല. നമുക്കിപ്പോൾ ഒരു ഹഗ് വേണമെന്നിരിക്കും, നമുക്ക് അത്രയും ഡൗൺ ആയിട്ടിരിക്കുമ്പം നമ്മളെ ഫ്രണ്ട്സൊന്നും നമ്മൾ മെയിൻലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്തും ഷെയർ ചെയ്യില്ല. നമുക്കൊരു വിഷമം വരുമ്പം നമ്മളത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും നമ്മൾ ഹേർട്ട് ചെയ്താൽ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. സോ ബേസിക്കലി അങ്ങനെയുള്ള ആൾക്കാരാണ് മനുഷ്യർ. മനസ്സിലായില്ല. അധികം ആരും എക്സ്പ്രസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു വലിയ സർക്കിൾ ഓഫ് ക്ലോസ് ഫ്രണ്ട്സ് വേണം. മനസ്സിലായില്ലേ. അത് ഷെയർ ചെയ്യാനും സംഭവം എല്ലാം ചെയ്യാനായിട്ടൊക്കെ. എനിക്ക് അങ്ങനെ ഒരു സർക്കിൾ ഇല്ല. ഭയങ്കര ചെറിയ സർക്കിളാണ് അത്. ബേസിക്കലി മോസ്റ്റ്ലി എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ അവരുടെ അടുത്ത് പോയി പറയാറില്ല. ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറയാറില്ല. അങ്ങനെ എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് വല്ലതും വന്നു കഴിഞ്ഞാലും അവ അറിയത്തില്ല. ബേസിക്കലി എന്തെങ്കിലുമൊക്കെ ചെറിയ വല്ല ഹെൽപ്പ് അങ്ങനെ ലൈക്ക് ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി റിലേറ്റഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാനേ പറയാം. അല്ലാതെ വേറൊരു
നമുക്കൊരു ഇമോഷണൽ സംഭവത്തിൽ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ശീലിച്ച ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ മുറിയിലിരിക്കും, ആരും സംസാരിക്കാറില്ല, ആരുടെ ഞാൻ സംസാരിക്കാറില്ല, ഫോൺ ചെയ്താൽ ഞാൻ ഫോൺ എടുക്കാറില്ല, മെസ്സേജിനൊന്നും റെസ്പോൺസ് എടുക്കാറില്ല. ഇങ്ങനൊരു സാധനം ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു ലോൺലിനെസ് തന്നെ, ഫ്രണ്ട്സ് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, റിലേഷൻഷിപ്പ് ഒന്നും വർക്കാവത്തേ ഇല്ല. അതൊരു ഭയങ്കര വലിയ കോണാണ്. പിന്നെ ഈസ് എ സംതിങ് എൽസ് വിച്ച് യു വിഷ് ടു അച്ചീവ് അതർ ദാൻ ബീങ് എ ഗ്രേറ്റ് ബ്ലോഗർ? എനിക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ട് ഗൈസ്. അതിന് കാശ് അധികം ഒന്നും എൻ്റെ കയ്യിലില്ല. എനിക്കത് ഉണ്ടാക്കിയിട്ട് ഐ വോണ്ട് ടു എക്സ്പ്ലോർ ട്രാവലിംഗ്. ഞാൻ അങ്ങനെ പോയിട്ടില്ല ഗൈസ്, ഞാൻ ട്രാവലൊന്നും ചെയ്തിട്ടില്ല. ആകെ ദുബായ് മാത്രം കണ്ടത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി എനിക്ക്, നമുക്ക് അറിയത്തില്ല എത്ര നാൾ നമ്മൾ ജീവനോടുണ്ടാകും. സോ ആ ഉള്ള കാലം എനിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് പുതിയ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്ത് പുതിയ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ ഒരു ജീവിതം മതി ഗൈസ്. അല്ല വലിയ ലക്ഷറിയും സാധനങ്ങളും പൈസ ഉണ്ടാക്കി ബാങ്ക് ഇടണമെന്നും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചിട്ട് എനിക്ക് വ്ളോഗ് തന്നെ ചെയ്യണം. ആ ഒരു ഡ്രീമിലാണ് പോകുന്നത്. അത് നഹാസ് മുഹമ്മദ്, ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ആസ്ക്ഡ് ഇൻ യുവർ ലാസ്റ്റ് വീഡിയോസ് കമൻറ്റ് സെക്ഷൻ. വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് തിങ് ബീയിങ് സിംഗിൾ ആൻഡ് ഹൗ യു മാനേജ് ദ ലോൺലിനെസ്? അത് പ്രോസ് ആൻഡ് കോൺസ് ഞാൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ മാനേജ് ലോൺലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗെയിമിങ് തുടങ്ങി ഗൈസ്. ഞാൻ ഒരു ഗെയിമിംഗ് ചാനലുണ്ട് എനിക്ക്, CMF ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് തുടങ്ങിയത് ബേസിക്കലി എൻ്റെ ലോൺലിനെസ് മാറ്റാൻ വേണ്ടിയാണ്. ഞാൻ അതിൽ പോയി ഗെയിം കളിച്ച് 5-6 പേരെ വെടിവെച്ച് കൊല്ലുമ്പോൾ തന്നെ സ്ട്രെസ്സും പോവും. നമുക്ക് അത്യാവശ്യം അതിൽ നിന്ന് ഗെയിമിൽ കുറച്ച് പേരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ലോൺലിനെസ്സും മാറും. അത് തന്നെയാണ് ഗൈസ്. പിന്നെ ഫുഡ് അടിക്കാൻ പോകുമായിരുന്നു, പല കഫേയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി, ലോൺലിനെസ് മാറ്റാൻ. പിന്നെ ഷഫ്നാസി, വൈ ഡിഡ്ന്റ് യു ഗെറ്റ് മാരീഡ്? അത് ഞാൻ പറഞ്ഞല്ലേടാ, വൈ ഡിഡ്ന്റ് യു ഗെറ്റ് മാരീഡ് പറഞ്ഞെന്ന് തോന്നുന്നു. അത് ഓൾറെഡി പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ ഓൾറെഡി ബീൻ ആൻസേർഡ്. അടുത്തത് മഹേഷ്, ബ്രോ ഇതുവരെ മാരീഡ് ആവാത്ത എന്താ, ഇനി ഫ്യൂച്ചറിൽ മാരേജ് ഉണ്ടാവും? ആൻഡ് ബ്രോയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ക്യാൻ യു ടോക്ക് അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്? അതൊക്കെ ഒരുവിധം എല്ലാം ഞാൻ കവർ ചെയ്ത് പോയിട്ടുള്ളതാണ്. ചൈൽഡ്ഹുഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, അത്യാവശ്യം ട്രോമാറ്റിക് ആണ് ഗൈസ്. അങ്ങനെ പ്രത്യേകിച്ച് നല്ല ഓർമ്മകളൊന്നുമില്ല. അത്യാവശ്യം കഷ്ടപ്പാടും ബഹളവും അൺഹാപ്പിനെസ്സിൻ്റെ ഒരു ഫേസ് ആയിരുന്നു ഗൈസ്. നമുക്ക് അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. ജസ്റ്റ് ഒരു നോർമൽ ചൈൽഡ്ഹുഡ് വിത്ത് ലോട്ട്സ് ഓഫ് മസാല ആൻഡ് ആക്ഷൻ ആൻഡ് എവറിത്തിങ്. നല്ല പോലെ അടിയും ഇടിയും, അതൊന്നും പറയണ്ട ഗൈസ്, അത് ഒത്തിരി നല്ല രീതിയിൽ ട്രോമാറ്റിക് ആണ്. സോ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ആലോചിക്കാറില്ല. ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതങ്ങ് വിടുപടി. ചൈൽഡ്ഹുഡ് അല്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത്രേ ഉള്ളൂ. അതിൻ്റെ പറയുക, നമ്മൾ എസ്പെഷ്യലി നമുക്ക് നല്ല ഓർമ്മകളല്ലാത്ത സ്ഥലത്തോട്ട് നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല. ഓൾവേസ് പോസിറ്റിവിറ്റി. ഫ്യൂച്ചറിൽ നമ്മൾ അതിനെയൊക്കെ മാച്ച് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യും. ആ രീതിയിൽ മാത്രം കാണുക, അത്രേ ഉള്ളൂ. കാർത്തിക്കിൻ്റെ അല്ല, അത് ക്വസ്റ്റ്യൻ അല്ല. ലക്ഷദ്വീപ് വരുമോ കവറട്ടി? ഷർഷ വ്ളോഗ്സ് വരാൻ പറ്റിയാൽ ഞാൻ വരുവാടാ, ഉറപ്പാണ്. ലക്ഷദ്വീപിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ലൈക്ക് ഫ്രണ്ട്സ് മീൻസ് എനിക്ക് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഗെയിമിംഗ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആയാലും കുറേ പേര് എൻ്റെ അടുത്ത് ലക്ഷദ്വീപിൽ നിന്നുള്ളവരാണ് ഗൈസ്. അപ്പം എനിക്ക് ഒരു ദിവസം പോയാൽ കൊള്ളാമെന്നുണ്ട്. പറ്റി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും വരും ഗൈസ്. എബൌട്ട് ഫാമിലി, എല്ലാവരും ഉണ്ട് ഗൈസ്. ഫാദർ, മദർ, ബ്രദർ, സിസ്റ്ററിൻ്റെ ഫാമിലി, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, പിള്ളേർ, ഇങ്ങനെ ഇവരെയാണ് എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറയുന്നത്. എല്ലാവരും ഉണ്ട്, സന്തോഷമായിട്ട് ഇരിപ്പുണ്ട് ഗൈസ് എല്ലാവരും. വാട്ട് ഈസ് യുവർ ഇൻകം സോഴ്സ്? അതെന്ന് വെച്ചാൽ ഇപ്പം ഇതൊരു ഇൻകം സോഴ്സാണ് യൂട്യൂബ്, അത് തുടങ്ങിയതല്ലേ ഉള്ളൂ. പിന്നെ ഫോട്ടോഗ്രാഫിയാണ് ഗൈസ് എൻ്റെ മെയിൻ ഇൻകം സോഴ്സ്. അത് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് നേരം ബ്രേക്കിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. ബട്ട് കുറച്ച് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു നല്ല ഇൻകം സോഴ്സാണ്. ഓൾവേസ് നൈസ്. നമ്മൾ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഇൻകം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഗൈസ്. നമ്മളത് എൻജോയും ചെയ്യും, നമുക്ക് കാശും കിട്ടും, വിച്ച് ഈസ് ഗുഡ്. ഞാൻ പിന്നെ വളരെ സെലക്റ്റീവാണ് ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം എനിക്ക് തോന്നണം, അപ്പോഴേ ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ ദുബായിലായിരുന്നപ്പോൾ അങ്ങനെയല്ല ഗൈസ്, അത് പ്രോപ്പർ എൻ്റെ ഒരു ജോബ് പോലെയായിരുന്നു. നല്ല രീതിയിൽ കാശും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ചിലപ്പോൾ ഞാൻ ദുബായ് തിരിച്ചു പോകും, പറയാൻ പറ്റത്തില്ല എന്ത് സംഭവിക്കാം. ബിക്കോസ് അവിടെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഉണ്ട്. നമ്മളെ നാട് പോലെ അല്ലേ ഗൈസ്, ഇഷ്ടം പോലെ കാശുണ്ടാകാം. പിന്നെ അടുത്ത വിഷ്ണു സുന്ദർ, വാട്ട് മേക്സ് യു കീപ് സ്ട്രോങ്? ഹൗ ഡു യു ഓവർകം ഫ്രം എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ്? സത്യം പറഞ്ഞാൽ അത് വേറെ ആരും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നമ്മളെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേണം നമ്മളത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ. അല്ലാതെ ആരെങ്കിലും വന്ന് നമ്മളെ സഹായിക്കും, നമ്മളെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ സഹായിച്ച് വെളിയിലോട്ട് ഇറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടാണ് ഞാൻ ഇത്രയും വർഷം ഇരുന്നത്. പക്ഷേ
വന്നു കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പം എൻ്റെ ഒരു ലൈഫ് തന്നെ ഞാൻ പറഞ്ഞല്ലോ എക്സാമ്പിൾ. ഇപ്പം ബ്രദർ സപ്പോർട്ട് ചെയ്തു, അവരൊക്കെ മാക്സിമം രീതിയിൽ പുഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ടാണ് ഞാനും കാണുന്നത് എൻ്റെ ലൈഫിൽ. ഞാൻ ഇങ്ങനെ ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഡിജക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവം, ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഇൻ മൈ ലൈഫ്. അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഭാഗ്യത്തിന് എനിക്ക് ഹെൽപ്പ് കിട്ടി. അത് ഇത്രയും നാൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഹെൽപ്പ് കിട്ടിയെങ്കിലും ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു ഓക്കെ ഞാൻ ഇത് തുടങ്ങും എന്നുള്ള രീതിയിൽ ഇറങ്ങി. അത് നമ്മൾ തന്നെ എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. ആൾക്കാർക്ക് നമ്മളെ ജസ്റ്റ് പുഷ് ചെയ്യാനേ പറ്റും. അടേ നീ ഇത് ചെയ്തൂടെ, ഇത് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ. ഇപ്പം എൻ്റെ ഷാസും കാർത്തികൊക്കെ പറഞ്ഞ പോലെ അവർ നമ്മളെ ഇറക്കാൻ നോക്കും. നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അതായത് നമ്മളെന്ത് ചെയ്യും? അപ്പം നമ്മൾ തന്നെ ഇറങ്ങി നമ്മൾ തന്നെ ആ ഒരു സ്റ്റെപ്പ് എടുക്കണം. ഓക്കെ ഇത് ചെയ്താലേ നമ്മൾ ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങും എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഞാൻ ഇറങ്ങി. എനിക്കിപ്പം അത്യാവശ്യം നല്ലൊരു സമാധാനമുണ്ട് ഗൈസ്. അത് ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം കാണിക്കുന്നുണ്ട്. ലൈക്ക് ഫ്രം ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു സ്വഭാവം വെച്ചിട്ട് പോലും ഞാൻ ഇത്ര എഫേർട്ട് ഇടുന്നുണ്ട്. സോ ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതുകൊണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഗൈസ് മെയിൻലി. അത് എന്നും ഉള്ളത് കൊണ്ട് ഐ വിൽ ബി വെരി ഗ്രേറ്റ്ഫുൾ. സോ ലെറ്റ്സ് സീ ഹൗ തിങ്സ് ഗോ ഫ്യൂച്ചറിൽ. അടുത്തത് എയർബസ് സർക്കിൾ ചാനൽ. I think you are a good soul and genuine person. Happy that I could find you and become a follower. Any smart photography tips? I just learned something new about professional headshots yesterday. Thank you so much for all the kind words, bro. In a smart photography tips means smart photography tips. Smart photography, smartphone photography ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. What you can do is always take photos in the right exposure, and also learn a bit of editing, because natural photography will not work wonders. You need to have at least some kind of knowledge about editing, otherwise it will not look good. Because even though I shoot a lot of like I shoot mostly my pictures in natural photos, like even though I shoot most of my photography in natural light, I feel like we should always try to learn new things like artificial lighting, grading and all that stuff. So that, what do you say, that the curiosity to learn is a very big factor in photography. You can't just buy an expensive camera and expect it to click better pictures or awesome pictures. You need to know how to operate that whole thing. We need to find out every little detail about what we are doing. That is the main key to become a successful photographer. Like how you learn taking, like you said, you learned to take professional headshots. So you must have done some research about it. You must have seen YouTube videos or something like that to know better about professional headshots. So that is a kind of push you need. You need to push yourself and learn new things. ഇപ്പോൾ ഞാൻ മലയാളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ നല്ല ബബ്ബ അടിക്കുന്നുണ്ട് ഗൈസ്. ഇംഗ്ലീഷൊന്നും പറയാറില്ല ഗൈസ് ആരടുത്തും. എൻ്റെ ഇംഗ്ലീഷ് തന്നെ മൊത്തത്തിൽ കുളമായെന്ന് തോന്നുന്നു. എന്താവോ എന്തോ കണ്ടറിയാം. ഇതിപ്പോൾ ഇംഗ്ലീഷിൽ കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് ഞാൻ മാക്സിമം തള്ളിയത് കേട്ടോ ഇംഗ്ലീഷ്. സോറി. എഡിറ്റിംഗ് ആപ്പ്, വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പം ഐമൂവിയാണ് ഗൈസ്. എൻ്റെ അടുത്ത് കാർത്തിക് പറഞ്ഞ ഐമൂവി പഠിച്ചിട്ട് പതുക്കെ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ. പ്രീമിയർ അത്യാവശ്യം ഞാൻ കുറച്ച് നോക്കി, കുറച്ചൊക്കെ അറിയാം. പ്രീമിയറിൽ കട്ട് ചെയ്യാനൊക്കെ അറിയാം. ഇനിയിപ്പോൾ ഗ്രേഡ് ചെയ്യാനും സംഭവങ്ങളൊക്കെ നോക്കണം. പിന്നെ ഓഡിയോ ആഡ് ചെയ്യണ സംഭവങ്ങൾ അതൊക്കെ കുറച്ച് പഠിച്ച് വരാം ഗൈസ്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എല്ലാം കൂടെ ഒരുമിച്ച് എൻ്റെ തലയിലിടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ വട്ടായി പോകുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം ലിറ്റിൽ ബൈ ലിറ്റിൽ പയ്യെ സെറ്റാവും ഗൈസ്. അടുത്ത ബസൂക്ക D4W. ബ്രോ എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്? എക്സ്പെൻസീവ് ഗിഫ്റ്റ് റിസീവ് ടിൽ ഡേറ്റ്, ഡ്രീം കൺട്രി ടു വിസിറ്റ്, ഫിറ്റ്നസ് ശ്രദ്ധിക്കാറുണ്ടോ, ബെസ്റ്റ് ക്യുസീൻ യു ലൈക്ക് ടിൽ നൗ. ഓക്കെ, എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല ഗൈസ്. ഞാൻ ഇപ്പോൾ സാഡായിട്ടിരുന്ന് കഴിഞ്ഞാൽ സാഡായിട്ടായിരുന്നു കുറേ നാൾ ഇരുന്നത്. പക്ഷേ എനിക്ക് വലിയ ഗുണമൊന്നും തോന്നിയിട്ടില്ല. ആ സമയത്ത് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് നമ്മളെ ലൈഫിലോട്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ആ ഒരു വിഷമം ഘട്ടത്തിനെ കുറച്ചൊന്ന് മാറ്റിയവർ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ട് ലൈഫിൽ, ലൈക്ക് റീസെൻ്റ്ലി വോട്ടെവർ. അപ്പം അത് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ആ ഒരു സാക്രിഫൈസിങ് നേച്ചറുണ്ട്. ആൾക്കാർ സന്തോഷമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഞാനും സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ ഈ കാണുന്ന നിങ്ങൾ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. വീഡിയോ ഇടാനും എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബാക്കിയുള്ളവരുടെ ഹാപ്പിനെസ്സിൽ
സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഗൈസ് ഞാൻ. എക്സ്പെൻസീവ് ഗിഫ്റ്റ് റിസീവ് ടിൽ ഡേറ്റ്. ഷാസ് തന്നതാണ് എൻ്റെ എല്ലാ ഗിഫ്റ്റും. എനിക്ക് എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് മൊത്തം എൻ്റെ അനിയനാണ് ഗൈസ് തന്നിട്ടുള്ളത്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് പ്രൗഡ് ഓഫ് ഹിം. സോ എനിക്ക് അങ്ങനെ എക്സ്പെൻസീവ് ഗിഫ്റ്റ് തരാൻ മാത്രമേ ഉള്ളൂ. ഡ്രീം കൺട്രി ടു വിസിറ്റ്, അത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പോർച്ചുഗൽ, ഇറ്റലി, പറ്റുമെങ്കിൽ സ്പെയിനും. മൂന്ന് രാജ്യം. ഫിറ്റ്നസ് ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടായിരുന്നടാ, എന്നെ അവൻ ഫുഡ് ആഡി ആക്കുന്നവരെ ഞാൻ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു മാസം കൊണ്ട് അത്യാവശ്യം നല്ല ചേഞ്ചൊക്കെ വന്നതാണ്. അവൻ ഈ ഫുഡ് വ്ലോഗ് തുടങ്ങി, അതോടെ എൻ്റെ ഫിറ്റ്നസ് പോയി. ഇനിയിപ്പോൾ അവനെ കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല ഗൈസ്. ആ ചാലഞ്ചൊക്കെ പോയി. മുണ്ടെടുക്കും, എന്തായാലും മുണ്ടൊക്കെ എടുത്ത് പോകും. അതിന് ശേഷമാണ് ഇനി എൻ്റെ ഫിറ്റ്നസ്. ഞാൻ എന്തായാലും അത് ഞാൻ എൻ്റെ വ്ളോഗിൽ ഞാൻ പാർട്ട് ഓഫ് ദ വ്ളോഗ് ആക്കും. ലൈക്ക് എൻ്റെ ആ ഒരു ഫിറ്റ്നസ് ജേർണി നിങ്ങളും കാണും ഗൈസ്. ബിക്കോസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഫിറ്റ്നസ്സിന് ഞാൻ ഒത്തിരി അങ്ങോട്ട് കോൺസെൻട്രേറ്റും ചെയ്തിട്ടില്ല, ഫോക്കസും ചെയ്തിട്ടില്ല. ബട്ട് നൗ ഐ ഫീൽ ലൈക്ക് ഞാൻ ഇപ്പോൾ ഏജിങ് ആണല്ലോ, 40 കഴിഞ്ഞല്ലോ. സോ ഐ തോട്ട് ഐ വിൽ സ്റ്റിക്ക് ടു എ ഫിറ്റ് ഒരു സംഭവം ഉണ്ടാക്കുക, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. ഫുഡൊക്കെ കഴിക്കും, പക്ഷേ ഒരു ലിമിറ്റഡ് രീതിയിലുള്ള, മനസ്സിലായില്ലേ, പോർഷൻ കൺട്രോളൊക്കെ വെച്ച് ചെയ്യാമെന്നുള്ള പ്ലാൻ. ബെസ്റ്റ് ക്യുസീൻ യു ലൈക്ക് ടിൽ നൗ? നാടൻ സീ ഫുഡ്, പൊറോട്ട, ബീഫ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജാപ്പനീസ് ഇഷ്ടമാണ്. ജാപ്പനീസ് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. നമ്മളെ ലാലേട്ടനെ പോലെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതേപോലെ പുള്ളിക്കാരനുള്ള പോലെ ടെപ്പന്നിയാക്കി കിച്ചൺ ഒന്നും എൻ്റെ ഇല്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കൽ എന്തെങ്കിലും എനിക്കൊന്ന് ഞാൻ വല്ല റിച്ച് എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ ഞാൻ സെറ്റാക്കും. എൻ്റെ ഒരു ടെപ്പന്നിയാക്കി കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഞാൻ തുടങ്ങും ഗൈസ് ഫുഡ് ഉണ്ടാക്കാൻ. ഇത് നീണ്ട് പോകുന്നുണ്ട്, ബിക്കോസ് ഞാൻ ട്രൈയിങ് ടു റീഡ് എവറിത്തിങ്. അതാണ് ഇത്. എത്ര മിനിറ്റ് ആവുന്നൊന്നും എനിക്ക് അവനോട് നോക്കാൻ കഴിച്ചു. എല്ലാം ഞാൻ അതേപോലെ തന്നെ ഇടും. അടുത്ത WN റിക്സ് ഹിയർ. എന്തുകൊണ്ടാണ് ഒരാൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ സീൻ ചെയ്ത് ലൈക്ക് അടിച്ച് പോകുന്നത്? ഒന്ന് റിപ്ലൈ കൊടുത്തൂടെ? കട്ട വെയിറ്റിംഗ് ഫോർ ക്യൂ ആൻഡ് വീഡിയോ. ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടത് ഏത് ഐ ഡി എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പം ബിക്കോസ് കുറേ മെസ്സേജ് വരുന്നുണ്ട്, ഞാൻ അത് സീൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്ക് ചെയ്യുമല്ല, ഞാൻ കണ്ടെന്നുള്ളത്. ബിക്കോസ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ സമയം ഇല്ലെങ്കിലും ഞാൻ അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ചെയ്തു പോകും കണ്ടെന്നുള്ളത്. പിന്നെ അവരെന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഞാനുള്ള റിപ്ലൈ കൊടുക്കും. അങ്ങനെയാണ്. അത് ക്വസ്റ്റ്യൻ അല്ല, അത് അവൻ്റെ ഡൗട്ടാണത്. ഞാൻ റിപ്ലൈ കൊടുക്കൂല ഗൈസ്. ഞാൻ റിപ്ലൈ തരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ ഗൈസ്. നിൻ്റെ ലൈക്ക് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ മെസ്സേജ് വായിച്ചെന്നുള്ളതിൻ്റെ ഒരു റിപ്ലൈ ആണത്. ഞാൻ റിപ്ലൈ ആവശ്യം ലൈക്ക് പ്രോപ്പറായിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വരേണ്ട എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ആൻസർ ചെയ്യാറുണ്ട് ഗൈസ്. ഇങ്ങനെ വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കാണ്, ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ സംസാരിക്കും. കോൾ മീ ഫ്ലാഷ് നെയിം എവിടെ നിന്നാണ് എടുത്തു? ഫ്ലാഷ് ആണോ ഫേവറേറ്റ് സൂപ്പർ ഹീറോ, അതോ കോൾ മീ ഷസാമിന് സിമിലർ ആയി ഇട്ടതാണോ? ലാറോക്സോസ് ആടാ, അത് ഞാൻ പറഞ്ഞുതരാം. കോൾ മീ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ഒരു പേര് വേണമായിരുന്നു. അപ്പോൾ ഫ്ലാഷ് എന്നുള്ള സാധനം ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആണ്. പിന്നെ കോൾ മീ ഷസാമിൻ്റെ സെയിം യൂണിവേഴ്സാണ് ഫ്ലാഷ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, DC യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ടായി, അതായത് സെയിം വീടാണെന്നുള്ളത് ഞാൻ DC യൂണിവേഴ്സ് ആക്കി എടുത്ത്. എന്നിട്ട് ഞാൻ ഫ്ലാഷ് എന്നുള്ള പേരിട്ട്. പക്ഷേ ഞാൻ DC ഫാനല്ല ഗൈസ്, ഞാൻ മാർവൽ ഫാനാണ്. ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട പേരാണ് കോൾ മീ ഫ്ലാഷ് എന്നുള്ളത്. ബിക്കോസ് എനിക്ക് ആ ഷാസ് എന്നുള്ള പേരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പേര് തന്നെ വേണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് ഗൈസ്. അവൻ ഇത്രയും വളർന്നൊരു വലിയ ഒരു ക്രിയേറ്റർ ആയതിന് ഏറ്റവും കൂടുതൽ പ്രൗഡ് ഫീലിംഗ് ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അവൻ്റെ പേര് പോലെ കോൾ മീ എന്നുള്ള സാധനം ഇട്ടുകൊണ്ട് എനിക്ക് വലിയ നാണക്കേടോ ഒന്നുമില്ല. ഞാൻ അതിന് വേണ്ടി തന്നെ കുറേ ആലോചിച്ച് കോൾ മീ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇടാമെന്ന് സാധനം കുറേ ആലോചിച്ച് കിട്ടിയ പേരാണ് ഈ ഫ്ലാഷ് എന്നുള്ള പേര്. പെർഫെക്റ്റ് ആയിരുന്നു ഗൈസ്. ഒരുപാട് പേര് പറയാം കറക്റ്റ് പേരാണ്. അത് ആ ഫോട്ടോഗ്രാഫി കണക്ഷനും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സെറ്റാണ്. വാട്ട് ഈസ് ദ സ്മോൾ ഹാബിറ്റ് ദാറ്റ് സീക്രട്ട്ലി ചേഞ്ച്ഡ് യുവർ ലൈഫ്? കാവ്യ മിന്നൂസ്. സ്മോൾ ഹാബിറ്റ് ദാറ്റ് സീക്രട്ട്ലി ചേഞ്ച്ഡ് യുവർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് കുറച്ചൊന്ന് ഉണ്ടാക്കിയെടുത്ത് ഗൈസ്. അതായത് നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കട്ടെ, കാണാൻ എങ്ങനെ ഇരിക്കട്ടെ, നമ്മളെങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് ഇരിക്കട്ടെ, നമ്മളെ സിറ്റുവേഷൻ എങ്ങനെയെന്ന് ഇരിക്കട്ടെ, പക്ഷെ നമുക്ക് തന്നെ നമ്മളൊരു വില വേണം, നമുക്ക് തന്നെ ഒരു സെൽഫായിട്ടൊരു ലവ് നമ്മൾ ചെയ്യണം. എന്നാലേ ഗൈസ് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു പവർ വരത്തുള്ളൂ ലൈഫിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ്. നിങ്ങൾ എന്നെ അത്രമാത്രം നിങ്ങൾ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ്. ആ ഒരു പോഡ്കാസ്റ്റിൻ്റെ സമയത്ത് എനിക്കറിയത്തില്ല എനിക്ക് എന്തുമാത്രം മെസ്സേജാണ് വന്നതെന്ന്, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട്. ആ ഒരു ഇതിൽ നിങ്ങൾ തന്ന മോട്ടിവേഷൻ തന്നെയാണ്. ഇപ്പം ധൈര്യമായിട്ട് വ്ളോഗ് തുടങ്ങിക്കോന്ന് പറഞ്ഞ് തുടങ്ങിച്ചത് തന്നെ നിങ്ങളാണ്. അപ്പം ആ ഒരു സാധനം കുറച്ച് കോൺഫിഡൻസ് വന്നപ്പോൾ തന്നെ എനിക്ക് ഇത്രയും മാറ്റം വന്നെന്നുള്ളതുകൊണ്ട്
ദാറ്റ് ഈസ് മോർ ലൈക്ക് ഒരു സ്മോൾ തിങ് ദാറ്റ് സീക്രട്ട്ലി ചേഞ്ച് മൈ ലൈഫ്. ആൻഡ് അത് വിച്ച് ഐ എം വെരി പ്രൗഡ് ഓഫ് ഓൾസോ. അടുത്തത് FT-M4 മാഹി എന്നാണ്. അതാണ് ഈസ് ഫോട്ടോഗ്രാഫി എ ഗുഡ് പ്രൊഫഷൻ ടു ചൂസ്? വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്? ക്യൂരിയസ് ടു നോ അബൌട്ട് ദ പോസിബിലിറ്റീസ്. ഐ ആം എ പാഷനേറ്റ് ഫോട്ടോഗ്രാഫർ. സോ ഈസ് ഇറ്റ് എ ഗുഡ് ഓപ്ഷൻ ടു ചൂസ് ഫോട്ടോഗ്രാഫി ആസ് എ മെയിൻ കരിയർ ഓപ്ഷൻ? അവിടെ ഗുഡ് പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ കാശുണ്ടാക്കിയ ഒരു പ്രൊഫഷനാണ് ഫോട്ടോഗ്രാഫി. ബട്ട് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ വെയർ യു ആർ. അതായത് ഞാൻ ദുബായിലായിരുന്നപ്പം എനിക്കറിയാം എവിടെ നിന്നൊക്കെ അവിടെ കാശുണ്ടാക്കാമെന്നുള്ളൊരു ഐഡിയ എനിക്ക് നല്ലപോലെ ഉണ്ട്. മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കാശുണ്ടാക്കാം, ക്രിയേറ്റീവാണ്, നിങ്ങൾക്ക് വേറെ ആരുടെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ആർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു സമാധാനവും സന്തോഷവും പ്രൗഡ് ഫീലിങ്ങും വരും. അപ്പോൾ നമ്മളാണല്ലോ ഈ ഒരു സംഭവം ചെയ്തത്, നമ്മൾ ആൾക്കാർ എത്രമാത്രം ഭംഗിയാക്കുന്നു, അല്ലെങ്കിൽ ഒരു സാധനത്തിന് ഒരു സ്ഥലത്തിന് നമ്മൾ ഇത്ര ഭംഗിയായിട്ട് കാണിക്കുന്നു. ഇതൊക്കെ നമുക്ക് ആ ഒരു ഫോട്ടോഗ്രാഫി വഴി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആൾക്കാരുടെ സന്തോഷം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അവരുടെ ഒരു ഫോട്ടോ നമ്മൾ നല്ല രീതിയിൽ എടുത്തു കൊടുക്കുമ്പം ദേ ആർ വെരി ഹാപ്പി. ദിസ് ഇസ് ലൈക്ക് എ വെരി ജെന്യൂൻ റിയാക്ഷൻ. അത് അത്രയ്ക്ക് വേറെ ജോബ്സിനൊന്നും അധികം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി കോമ്പറ്റീറ്റീവ് ഫീൽഡ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അത് നമ്മൾ തപ്പിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റി എവിടെ ഉണ്ട് അവിടെ പോകണം, മനസ്സിലായല്ലേ? അങ്ങനെ ഒരു സംഭവം ചെയ്യണം. വേറെ ഡീമെറിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്കൊരു വിലയില്ല. എന്തോ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറഞ്ഞൊരു ജോബ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിലാണ്, വേറെ അടുത്തല്ല. നമ്മുടെ നാട്ടിൽ ക്യാമറ പിടിച്ച് നടക്കുന്ന കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ ഒരുത്തൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെയല്ല ഗൈസ്. ഫോട്ടോ എടുക്കാൻ അറിയാമെന്നുള്ളവരും ഉണ്ട്, ക്യാമറ തൂക്കിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. രണ്ടാണ്. അപ്പം നമുക്ക് എപ്പോഴും ഫോട്ടോ എടുക്കാൻ അറിയാവുന്ന കഴിവുള്ളവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, അവരെ പുഷ് ചെയ്ത് കൊണ്ടുവരിക. ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറയരുത്. അവർ ചെയ്യുന്നതിന് എത്ര ചെറിയ തുകയായാലും അത് കൊടുക്കുക. മാക്സിമം അങ്ങനത്തെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക. വിച്ച് ഹെൽപ്സ് ദം. അവരൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ഗിയറൊക്കെ വെച്ചിട്ടായിരിക്കും. ബിക്കോസ് അപ്പോൾ അവർ ഫ്രണ്ട്സ് പറയാം എടുത്തോട്ട് അവസാനം അവരൊരു ഫ്രണ്ട്സിന് മാത്രം ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറായി മാറും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ അവരുടെ പ്രൊഫഷനെ മാനിക്കുക, കാശ് കൊടുത്ത് ഫോട്ടോ എടുക്കാൻ പഠിക്കുക, ലൈക്ക് ഫോട്ടോ എടുപ്പിക്കുക. അപ്പം ദാറ്റ് ഹെൽപ്സ് ദാറ്റ് പേഴ്സൺ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സൊസൈറ്റി രീതിയിലുള്ള ഒരു കൺവേർഷൻ വന്നാലേ ഇങ്ങനെയുള്ള പ്രൊഫഷൻസ് ഫ്ലറിഷ് ആവത്തുള്ളൂ. സോ അതൊരു ഡീമെറിറ്റാണ് ഗൈസ്. ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ധൈര്യമായിട്ട്, കോൺഫിഡൻസ്. ക്യാൻ വി മീറ്റ് സം ഡേ? ലാക്സ് ആയിക്കോ എടാ, ഇൻഷാല്ലാ സെറ്റ് നോക്കാം എന്തെങ്കിലും. ബ്രോ എന്താണ് പഠിച്ചത്? BC എടാ, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. അതാണ് എൻ്റെ ഡിഗ്രി. എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാനുള്ള അവസരം ഇപ്പോൾ കിട്ടിയാൽ എന്ത് പഠിക്കും? ഞാൻ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വല്ല സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വല്ല മാസ്റ്റേഴ്സ് കൊടുക്കൂടാ. സോഷ്യൽ മീഡിയ എങ്ങനെയാണ്, ബിക്കോസ് ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആൻഡ് റിലേറ്റഡ് സ്റ്റഫാണ്. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങോ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നമുക്കൊരു ഇൻഫ്ലുവൻസർ അല്ല, ഹൗ വി ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള രീതിയിലുള്ളൊരു സംഭവം നമുക്ക് പഠിക്കാൻ പറ്റും ഇൻഡെപ്ത് ആയിട്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റി ഞാൻ പഠിക്കും, യൂസിങ് ഫോട്ടോഗ്രാഫി ആൻഡ് ഓൾ ദീസ് യൂട്യൂബ് അങ്ങനത്തെ സംഭവം വെച്ചിട്ട്. അടുത്തത് ഷാരോൺ സാറ ജേക്കബ്. ഷാരോൺ ഭയങ്കര വലിയ മോട്ടിവേറ്ററാണ് ഗൈസ്. എൻ്റെ അമ്മോ, എനിക്ക് എല്ലാ വീഡിയോയ്ക്കും നല്ല രീതിയിലുള്ളൊരു സജഷൻ തരും. ഭയങ്കര മോട്ടിവേഷനാണ് പുള്ളിക്കാരി, ഭയങ്കര അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ വൺ ഓഫ് ദി വെരി കൺസിസ്റ്റൻറ്റ് സപ്പോർട്ടറാണ്. So Sunny bro, you have a raw personality and genuine soul which sets you apart from other vloggers. We feel a strong connection through your videos. However, being genuine in today's world can be challenging. How have you navigated the obstacles such as haters and misconceptions that come with being true to yourself? What challenges have you faced and how do you overcome them? Sure, inde amme idanthru question ade. How have you navigated the obstacles? Genuine ആയിട്ടിരിക്കുമ്പോഴുള്ള obstacles such as haters and misconceptions. First of all, what I would say is like I have never been fake. ഒന്നാമത്തെ കാര്യം, I didn't try to be fake also in my whole life. So വേറെ രീതിയിൽ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം when I showed my genuinity, I received love and support. So then I thought, okay, why not just be myself and start doing something for myself. ഒന്നാമത്തെ കാര്യം, ഞാൻ തന്നെ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണിത്. ലൈക്ക് വാട്ട് എവർ ഐ ഡു ഹിയർ ഇറ്റ് ഗിവ്സ് മീ ഹാപ്പിനെസ്. അതിപ്പോൾ നല്ലതാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ഗുഡ് കമൻറ്റ്സ്, ബാഡ് കമൻറ്റ്സ്, ഐ എം ടേക്കിംഗ് എവറിത്തിങ് ഇൻ എ പോസിറ്റീവ് വേ. ചിലരുണ്ട് ലൈക്ക് ഹേറ്റേഴ്സ് മീൻസ് ദർ ആർ എ ഫ്യൂ സെക്ഷൻ ഓഫ് പീപ്പിൾ ഉണ്ട് ഇൻ അവർ സൊസൈറ്റി ഹു ജസ്റ്റ് കംസ് സേ സം ക്രാപ്പ് കമൻറ്റ് വിച്ച് ഹാസ് നോ ക്രിട്ടിക് വാല്യൂ ഇല്ലാത്ത സാധനങ്ങൾ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
എന്നെ ചെയ്യുന്നതിലല്ല, ഞാൻ ഒരാളെയും ആ ഒരു കമൻറ്റ് അങ്ങനെ വന്ന് കമൻ്റ് അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബിക്കോസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഒരാൾ അയാളുടെ കഴിവിൻ്റെ അപ്പുറത്ത് നിന്നിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു സാധനം ചെയ്യുന്നത്. ക്യാൻ ബി യൂട്യൂബ്, ക്യാൻ ബി എനിത്തിങ്. അപ്പം നെഗറ്റീവ് അടിക്കാൻ വരുന്നവന്മാരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവിടെ കാരണം കുത്തി നോക്കി അടിച്ചു കൊടുക്കണോടാ. സത്യം അങ്ങനെയുള്ളവന്മാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇത് വെറുതെ വന്നൊരു നെഗറ്റീവ് കമൻ്റ് ഇടും. അതായത് അവനൊക്കെ എന്തോ നമ്മളെ ജഡ്ജ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നുള്ള രീതിയിലാണ്. ആ ജഡ്ജ് ചെയ്യാൻ പവർ ഉള്ളവനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു റിയൽ ഫേസും ഇല്ല, റിയൽ നെയിമും ഇല്ല. ഫേക്ക് നെയിമിൽ വന്നത് ഞാൻ പോഡ്കാസ്റ്റിലും പറഞ്ഞതാണ്. ഇങ്ങനെയുള്ളവന്മാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജീവിക്കാനുള്ള അർഹത പോലും ഇല്ല. മനസ്സിലായില്ലേ? ഈ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ സംസാരിച്ചു. അവരുടെയൊക്കെ കഷ്ടപ്പാടുകൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദേ ഷെയർ എവറിത്തിങ്. അപ്പം ഒരുപാട് ആൾക്കാരും ക്രിയേറ്റേഴ്സായിട്ട് വരാൻ ചാൻസ് ഉള്ളവരും ഇങ്ങനെ ഒരു സ്റ്റക്ക് പൊസിഷനിലുണ്ട്. എനിക്കത് മനസ്സിലാവും. മൈൻഡ് ബ്ലോക്ക് ആയിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമ്മളൊരു സാധനം ഇടുമ്പം ഒരുത്തന്മാർ വന്ന് കമൻ്റ് അടിക്കൂടാ, നിങ്ങളെ സ്റ്റൈല് ശരിയല്ല, നിങ്ങൾ മറ്റേ എന്തോന്ന് വേസ്റ്റാണ്, നിങ്ങളിത് ചെയ്യണ്ട, എന്തിന് ചെയ്യണം. എടാ 10,000 പേര് അല്ലെങ്കിൽ ഒരു 1,00,000 പേര് നല്ലത് പറയണതിൻ്റെ ഇടയിൽ 10-15 പേര് ഇതേപോലെയുള്ളവന്മാർ കാണും. ഞാൻ അങ്ങനെയുള്ളവന്മാരുമായിട്ട് സംസാരിക്കാൻ പോലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും കേസ്. അല്ലെങ്കിൽ അമ്മമാരെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടും. ബിക്കോസ് അത് കട്ട നെഗറ്റിവിറ്റിയാണ്. നമ്മളെ ലൈഫിൽ നമ്മൾ കുറച്ചെങ്കിലും പോസിറ്റിവിറ്റി കണ്ടുപിടിച്ച് ആൾക്കാരുടെ സഹായത്തോടെയും അവരുടെ ഒരു അനുഗ്രഹത്തോടെയും നമ്മൾ പുഷ് ചെയ്ത് വരുമ്പം ഇതേപോലത്തെ കുറേ ഊള ടീമുകളുണ്ട് വന്നിട്ട് ഇരുന്ന് വെറുതെ ഒരു കാര്യമില്ല. അവനെ തിരിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവനൊരു ഫേസ് പോലും ഇല്ല. അവൻ്റെ അച്ഛൻ്റെ പേര് വരെ മാറ്റിയാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ നമ്മൾ എന്ത് പറയും ഗൈസ്? ആ ഒരു സാധനമാണ് സത്യം. എനിക്കത് മാനേജ് ചെയ്യുന്നത് പറയുന്നത്, ഞാൻ ആ കൂടെ മാനേജ് ചെയ്യുന്നത് റിമൂവ് ദം ഫ്രം മൈ സ്പേസ്. ഈ ഒരു സ്പേസിൽ നിങ്ങളെപ്പോലുള്ള നല്ല ആൾക്കാരുണ്ട് ഗൈസ്, ഹൂ സപ്പോർട്ട്സ് പീപ്പിൾ, ഹൂ എൻകറേജസ് പീപ്പിൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതേപോലെ ക്രിമികൾ വരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവന്മാരെ അങ്ങ് ഹൈഡ് ചെയ്തിടും. അവന്മാർ എത്ര ചാനൽ ഉണ്ടാക്കിയിട്ട് വരും എൻ്റെ അടുത്ത് കമൻ്റ് അടിക്കുക. ഞാൻ അത് ഓരോ കമൻ്റ് ഇടും തോറും ഞാൻ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കും. നിനക്കൊക്കെ ഇത്രമാത്രം കഷ്ടപ്പെടാനുള്ള സമയവും എനർജിയും ഉണ്ടെങ്കിൽ തന്നെ അത് കാണിക്കുന്നത് നിനക്കൊന്നും വേറെ പണിയില്ല എന്നാണ്. മനസ്സിലായില്ലേ? ആ പണിയില്ലാത്തവന്മാരെ ഡീൽ ചെയ്യാൻ എനിക്കറിയാം ഗൈസ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഐ വിൽ ഡീൽ വിത്ത് ദാറ്റ്. പിന്നെ ചേട്ടാ പ്ലീസ് ടോക്ക് മോർ അബൌട്ട് OCD ആൻഡ് ഹൗ യു മാനേജ് ഇറ്റ്. ശ്രേയ രാജേഷ്. OCD എനിക്ക് നല്ലപോലെ ഉണ്ട് ഗൈസ്, ഫുഡിൻ്റെ കേസിലുണ്ട്. പിന്നെ എനിക്ക് ചുറ്റുവട്ടം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എനിക്ക് ആ ഒരു പെർഫെക്ഷൻ സംഭവം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ കുറച്ച്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മീ. ഞാൻ പെർഫെക്ഷൻ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങത്തില്ല, ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഞാൻ ഫുഡ് പോലും കഴിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഫുൾ പെർഫെക്ഷൻ, ആ ഒരു ഓവർ ഒബ്സഷൻ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ. സോ ബേസിക്കലി ഞാനത് സ്വയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം ട്രൈങ് ടു ബി ഹാപ്പി വിത്ത് വാട്ട് ഐ ആം ആൻഡ് ഐ എം ട്രൈങ് ടു ബി റോ ആസ് ഐ ആം. അപ്പം നമുക്ക് ആ ഒരു പെർഫെക്ഷൻ വിട്ട് കളി മാത്രമാണ് ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പെർഫെക്ഷനിസം ഇല്ല ഗൈസ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ തന്നെ മാറ്റാനുള്ള കാര്യമാണിത്. അടുത്ത നന്ദു കൃഷ്ണൻ. ഷസാം കെയിം ഫ്രം ഷാസ് ഐ ഗെസ്, സോ ഹൗ ഡിഡ് യു ചൂസ് ഫ്ലാഷ്, മാർവലോ DC? ഞാൻ കഥ ഓൾറെഡി പറഞ്ഞു ഗൈസ്. ഫ്ലാഷ് മറ്റേ ആ ഒരു സംഭവം തന്നെ മാർവലാണ്. അടുത്ത മമ്മൂട്ടിയോ? ഹൗ ഡു യു ഗെറ്റ് കണക്ഷൻസ് വിത്ത് സെലബ്സ് ലൈക്ക് മീൻ? ഓ ബെസ്റ്റ്. ശരി എടാ, ഒന്നാമത്തെ കാര്യം സെലിബ്രിറ്റി കണക്ഷൻ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് നമ്മളെ ഫീൽഡ് ഇതാണ്, ഫോട്ടോഗ്രാഫി ഫീൽഡാണ്. വി ഗെറ്റ് മെസ്സേജസ് ഫ്രം സെലിബ്രിറ്റീസ്. അവരുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് സെലിബ്രിറ്റി വഴി നമുക്ക് കണക്ഷൻസ് വരും, ഫ്രണ്ട്സ് വഴിയുള്ള കണക്ഷൻസ് വരും. സോ അങ്ങനത്തെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ആൻഡ് ദേ ആർ ഓൾ വെരി ഗുഡ് ടു മീ ആൻഡ് ഐ അഡ്മയർ ദം ഓൾസോ ഫോർ ദെയർ ഹാർഡ് വർക്ക് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. അപ്പം അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ സെലിബ്രിറ്റി ആയത് ഈ ഒരു ഹാർഡ് വർക്കും സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്. സോ എനിക്ക് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. കുറേ പേര് എൻ്റെ ഫ്രണ്ട്സുമാണ്. വിൽ ട്രൈ ടു ഇൻട്രൊഡ്യൂസ് 1 by 1 ഗൈസ്, പറ്റുന്ന പോലെ. അല്ല, എൻ്റെ വ്ളോഗിൽ വരാനായിട്ടുള്ള സമയമൊന്നും അവർക്ക് കാണത്തില്ല, പക്ഷേ ഉള്ളവരെയൊക്കെ മാക്സിമം ഞാൻ നോക്കാൻ ഗൈസ്, വരാൻ താല്പര്യമുള്ളവർ. സനി ബ്രോ യൂസ് ചെയ്യുന്ന ഫോൺസ് ഏതൊക്കെ? ഇപ്പം നത്തിങ്ങിൻ്റെ മറ്റേ എന്താണ് 3A പ്രോയാ 2A പ്രോ, ആ ഓറഞ്ച് കളർ ഫോണില്ല, എൻ്റെ പേരെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ Vivo X200 Pro, അത് ഞാൻ ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യുന്ന. പിന്നെ ഐഫോൺ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് 16 Pro Max, 3 ഫോൺ. ഉമ്മയുടെ കുക്കിംഗ് വീഡിയോ ഉടനെ ഇടുമോ? അതെനിക്ക് അറിഞ്ഞൂടാ. ഉമ്മ കുക്ക് ചെയ്യണമെങ്കിൽ അത് വീഡിയോ എടുക്കണം എങ്ങനെയൊന്നും എനിക്കറിയാം, ഞാൻ നോക്കാം മാക്സിമം. അത് ഇടണോ വേണ്ടോ എന്നുള്ളത് പറഞ്ഞാൽ മതി ഗൈസ്. അത് എല്ലാവരും കുറേ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കാം. മിലൻ വിൻസെൻറ്റ് വ്ളോഗ്. ഇൻട്രോവേർട്ട് ആയിരുന്ന ബ്രോ എക്സ്ട്രോവേർട്ട് ആക്കി മാറ്റാൻ കാർത്തിക് ബ്രോ എടുത്ത എഫേർട്ടിനെ കുറിച്ച് പറയാമോ? ഇൻട്രോവേർട്ടെന്ന് ഞാൻ പറയൂല ഗൈസ്. നിങ്ങൾ കാർത്തികിൻ്റെ ചോദിച്ചാൽ തന്നെ പറയും. ഞാൻ അവരുടെയൊക്കെ കൂടെ വെൻ ഐ ആം ഇൻ എ സേഫ് സ്പേസ് അവരൊന്നും എൻ്റെ അത്രയ്ക്ക് സംസാരിക്കില്ല, ഞാൻ നിസ്സംശയം പറയാം.
എന്നെ പോലെ അതിപ്പോൾ ഷാരുവിൻ്റെ ചോദിച്ചാൽ ഇവരൊക്കെ അത്യാവശ്യം സംസാരിക്കുന്ന എക്സ്ട്രോവേർട്സ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഈ ഒരു സ്പേസിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, ഇതിപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ആ ക്യാമറയിൽ നിങ്ങളുണ്ടെന്നുള്ള രീതിയിൽ ഇപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ട്. അപ്പോൾ ഈ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എക്സ്ട്രോവേർട്ട് അല്ല ഞാൻ. ഐ ഹാവ് ലൈക്ക് ഒരു ട്രേറ്റ് എന്നുള്ള നിലയിൽ ഒരിക്കലും എക്സ്ട്രോവേർട്ട് അല്ല. ബട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പോകാത്ത ഒരാളാണ്. എക്സ്ട്രോവേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഓൾവേസ് ഔട്ട് മീറ്റിംഗ് പീപ്പിൾ, സോഷ്യലൈസിങ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. പക്ഷേ ഞാൻ അങ്ങനെ എനിക്ക് ഇറങ്ങി നടക്കത്തില്ല. ഞാൻ ചിലപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് കൂടിപ്പോയി ഒരാളായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കഫേയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും. ബിക്കോസ് എനിക്ക് ആ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ആ ഒരു കാം ആൻഡ് ക്വയറ്റ് സ്പേസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സംസാരിക്കുന്നത് ഐ ക്യാൻ ടോക്ക്, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. അത് എനിക്ക് ഞാൻ തന്നെ സംസാരിക്കണം, അത് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാർത്തിക് ജസ്റ്റ് പുഷ് മീ ഈ ഒരു വ്ളോഗിങ് ഫീൽഡിലോട്ട് എന്നെ പുഷ് ചെയ്തു. പക്ഷേ ഈ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, അത് നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ആർക്കും നമ്മളെ വായിൽ കയറി ഒന്ന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ തന്നെ സംസാരിക്കേണ്ടതാണ്. അത് അത്യാവശ്യം കഴിവുണ്ട്. എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസാരിക്കാതിരുന്ന ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കസ്റ്റമർ കെയറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബാങ്കിൽ. ഒരു ദിവസത്തിൽ 12 മണിക്കൂർ അടുപ്പിച്ചൊക്കെ ഞാൻ നോൺ സ്റ്റോപ്പ് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാടാ ഇത് എക്സ്ട്രോവേർട്ട് ആവേണ്ട ആവശ്യമില്ല സംസാരിക്കാനായിട്ട്. നല്ല രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, സംസാരം എന്നുള്ള വാക്ക് എൻ്റെ ഒരു 10 തവണ വന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നോളും. അപ്പം പക്ഷെ കാർത്തിക് ഇട്ട എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ ഒരു സ്പേസിൽ വന്ന് ഇരുത്തി ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ എനിക്ക് ഉണ്ടാവാൻ്റെ മെയിൻ കാരണം അവൻ തന്ന ആ പുഷാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് കിട്ടി. നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനലിലൊരു പാർട്ടാണ്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നവനീത് കൃഷ്ണൻ. ബ്രോ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂസ് ചെയ്തിരുന്ന ക്യാമറ ഏതായിരുന്നു? ബ്രോ അന്ന് യൂസ് ചെയ്ത ഫോൺ ഏതായിരുന്നു? ഇങ്ങനെ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ 450D ആയിരുന്നു ക്യാനൺ. അതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഫോൺ എനിക്ക് തോന്നുന്നത് നോക്കിയ 8800 ആയിരുന്നു തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു ഫോണായിരുന്നു. എനി സീക്രറ്റ്സ് യു വോണ ടോക്ക് അബൌട്ട്? ഡോക്ടർ ദിയാണ് ഗൈസ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ സീക്രറ്റ്സ് മൊത്തം അവൾക്ക് അറിയാം ഗൈസ്. അവൾ ചുമ്മാ നമ്പർ ഇറക്കുന്നതാണ്. മാത്രമല്ല എൻ്റെ സീക്രറ്റ്സ് ഞാൻ എങ്ങനെയാടേ യൂട്യൂബിൽ പറയുന്നത്? ഇതാണ് ഞാൻ മന്ദബുദ്ധിയാണ് അവൾ. ഞാൻ അവളെ മന്ദബുദ്ധി എന്ന് വിളിക്കുക അവൾക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷേ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി സീക്രറ്റ്സ് യു വോണ ടോക്ക് അബൌട്ട് ആരെങ്കിലും ചോദിക്കൂടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? അവളെ എന്ത് വിളിക്കണം? നിങ്ങൾ തന്നെ പറയും. സീക്രട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സീക്രട്ട് ആവില്ലല്ലോ. അത് അങ്ങനത്തെ ഒരു കേസ്. അടുത്ത ഹെലൻ മേരി. ഫുഡ് ഡാഡി എന്നൊക്കെ ഞങ്ങളൊരു രസത്തിന് വിളിക്കുന്നതാണെങ്കിലും ഇറ്റ് ഫീൽസ് ലൈക്ക് യു ആർ ലൈക്ക് എ പാരൻറ്റ് ടു യുവർ സിബ്ലിങ്സ് ഫ്രം എ വെരി യങ് ഏജ്. ഡു യു ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓൺലി നൗ യു ആർ സ്റ്റാർട്ടഡ് ടു എൻജോയ് സംതിങ്സ് യു പ്രോബബ്ലി ഡിഡ്ന്റ് ഗെറ്റ് ടു ബാക്ക് ഇൻ ദ ഡേ? വളരെ സത്യമാണ് ഗൈസ്. നമ്മളെ സിബ്ലിങ്സ് ആ ഒരു ബോണ്ട് ഭയങ്കരമാണ്. ലൈക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സപ്പോർട്ടും നമ്മുടെ ആ ഒരു സംസാരവും ആ ഒരു ഇൻട്രാക്ഷനും ഒക്കെ കൂടെയാണ് നമ്മൾ സെയിനായിട്ട് ബോധത്തോടെയും വലിയ കഷ്ടപ്പാടില്ലാതെയും ബുദ്ധിമുട്ടില്ലാതെയും പൊയ്ക്കൊണ്ടിരുന്നത്. ലൈക്ക് നമ്മുടെ ലൈഫിൽ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ സിബ്ലിങ്സിൻ്റെ ആ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ ഗൈസ് നമ്മൾ സർവൈവ് ചെയ്യും എന്ത് സംഭവങ്ങളായാലും. ചില സിറ്റുവേഷനൊക്കെ സർവൈവ് ചെയ്യൂല എന്ന് വിചാരിച്ചിരുന്ന സമയങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു എന്നോ, എങ്ങനെ ബോധത്തോടെ ഒരു സാമാന്യ ബോധത്തോടെ എങ്ങനെ വന്നെന്ന് പോലും എനിക്കറിയത്തില്ല. അതിന് മെയിൻ കാരണം തന്നെ ഗൈസ്, ഒന്നും ഇല്ലെങ്കിലും ഫുഡില്ലെങ്കിൽ ശരി, കാശില്ലെങ്കിൽ ശരി, ഈ ഒന്നും ഇല്ലായ്മയിലും നമ്മളിരുന്ന് കോമഡി അടിക്കും. അപ്പോൾ ഷാസിൻ്റെയൊക്കെ കുറേയൊക്കെ ഹ്യൂമർ സെൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളൊക്കെ ഇരുന്ന് ഇങ്ങനെ ഈ വളിപ്പടിച്ചും കോമഡി അടിച്ചും ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ മറക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫുഡില്ല, നമുക്കിപ്പം പൈസ ഇല്ല, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മറക്കണമെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെ ഗൈസ് സന്തോഷമായിട്ടിരിക്കുക. അത് എന്തെങ്കിലുമൊക്കെ വളിപ്പടിച്ചിരിക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക. നമ്മൾ വിശപ്പ് മറന്നു എന്ന് കേട്ടിട്ടില്ലേ? നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആൾക്കാരുമായിട്ട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഫുഡും വേണ്ട വെള്ളവും വേണ്ട, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ സിബ്ലിങ്സും തമ്മിലുള്ള ഒരു സംഭവം. വീട്ടിലിപ്പോൾ ഒന്നുമില്ല എന്നെങ്കിലും നമ്മളെ മൂന്നുപേരുടെ ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതായിരുന്നു മെയിൻ സംഭവം. ഞാൻ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രദറായിരുന്നു കേസ്. അതുകൊണ്ട് പിന്നെ എവൻ എന്തെങ്കിലും ആണെങ്കിലും അവർക്ക് എന്താണെങ്കിലും ഐ യൂസ് ടു ബി വെരി പ്രൊട്ടക്റ്റീവ്. അതിപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും തന്നെയാണ് വിളിക്കുന്നത്. സോ അവർക്ക് എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ഗൈസ് ഐ വിൽ ബി ദെയർ ആസ് എൻ എൽഡർ ബ്രദർ, ആസ് എ പാരൻറ്റ് ഓർ വാട്ട് എവർ. അപ്പം അങ്ങനെയാണ് കാര്യം. ബ്രോ ബിഫോർ ഫോട്ടോഗ്രാഫി ആൻഡ് യൂട്യൂബ് വാട്ട് വർ യു ഡൂയിങ് ആൻഡ് വാട്ട് മേഡ് യു ക്വിറ്റ് ദാറ്റ്? രോഹിത് പ്രസാദ്. ഞാനൊരു ബാങ്കറായിരുന്നു ഗൈസ്. അപ്പം ബാങ്കിൽ ഞാൻ ഫോട്ടോഗ്രാഫിയും ചെയ്യുമായിരുന്നു പാർട്ട് ടൈമായിട്ട്. ലൈക്ക്
അവരുടെ തന്നെ ഇൻഹൗസ് ഫോട്ടോഗ്രാഫറായി മാറി ഞാൻ ഒരിക്കൽ ഒരു ഫോട്ടോ എടുത്തതും അവിടുത്തെ ന്യൂസ് പേപ്പറിലൊക്കെ പ്രിൻറ്റ് ചെയ്ത് വന്നു ഒരു ഹാഫ് പേജിൽ. അപ്പോൾ എൻ്റെ ബാങ്കിൽ എൻ്റെ മാനേജർ എന്നെ ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് കഴിവുള്ളപ്പം എന്തിനാണ് വെറുതെ വേസ്റ്റ് ചെയ്ത്, വെറുതെ ഒരു 9 to 5 ജോലിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തൊരു സാലറിക്ക് വേണ്ടി എന്തിനാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാനതൊരു മോട്ടിവേഷനായിട്ട് എടുത്ത്, കട്ട റിസ്ക് ആയിരുന്നു, പക്ഷേ ഞാൻ ചാടി അങ്ങ് ഇറങ്ങി ഫോട്ടോഗ്രാഫിയിലോട്ട്. ഇനിഷ്യൽ ഡേയ്സ് ലൈക്ക് ഓസം, ബിക്കോസ് ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. നമ്മൾ പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് പട്ടിണിയാണ്. ബിക്കോസ് ബാങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സേഫായിട്ട് ഇത്രയും നല്ല ഹൈലി പെയ്ഡ് ഒരു ജോബ് കളഞ്ഞിട്ടാണ് നമ്മൾ ചാടുന്നത്. അത് ഇറങ്ങുമ്പോൾ അതിൻ്റെ റിസ്ക് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഡെൽറ്റ് വിത്ത് ഇറ്റ്. ഞാൻ ഒരു കോൺഫിഡൻസിൽ തന്നെ മുന്നോട്ട് പോയി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്. ഇനി ഐ ആം ജസ്റ്റ് ഗെറ്റിംഗ് ബാക്ക് ടു ഇറ്റ്. ലൈക്ക് കുറച്ച് ആ ഒരു നമ്മുടെ ആ ഒരു ലോ ടൈം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫോട്ടോഗ്രാഫി നിങ്ങൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് ചെയ്യണം. ബിക്കോസ് ഒബ്വിയസ്ലി ഐ വിൽ ഗെറ്റ് വർക്ക്. പിന്നെ അതിൽ നിന്ന് വേണം നമുക്ക് പതുക്കെ കരകയറി വരാനായിട്ട്. നോക്കാം ഗൈസ്. അടുത്തത് രഞ്ജു, സനി ബ്രോ, നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട്, ആൻഡ് വാട്ട് മേക്സ് യു വെരി ഹാപ്പി? ഇപ്പോഴത്തെ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ദർ ആർ സിറ്റുവേഷൻസ് ലൈക്ക് സമയമുണ്ട് എനിക്കിപ്പോൾ ലൈക്ക് ഞാൻ ഈ ലോൺലിനെസ്സിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചില ടൈം ഇപ്പോൾ ഇവിടെ ഷാസില്ല, ഉമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ തിങ്സ് ചില സമയത്ത് എനിക്കിങ്ങനെ തോന്നും, നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യാനോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ലൈക്ക് ഒത്തിരി ദൂരത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും രാജ്യത്തിലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഗൈസ്. നമ്മൾ തൊട്ടടുത്ത ഒരാൾ വേണം. അതിനാണ് എല്ലാവരും കല്യാണം കഴിക്കണമെന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരാളെ കണ്ടുപിടിക്കണമെന്നില്ല. ഐ നീഡ് സംബഡി ടു ബി ദെയർ, സംബഡി ഹൂ അണ്ടർസ്റ്റാൻഡ്സ് അസ്. ലൈക്ക് നമ്മളെ വിളിച്ചു ചോദിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മളെ വിളിച്ചു ചോദിച്ച് നമ്മളിപ്പം വിഷമത്തിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വന്ന് ഓക്കെ എല്ലാം ശരിയാവുമെന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് നമ്മളെ സമാധാനിപ്പിക്കുക ഒരാൾ. ഇങ്ങനെ ഒരാൾ മതി, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു സാധനം ഇല്ലാത്തടത്തോളം കാലം ഞാൻ ഒരിക്കലും ഹാപ്പി ആവില്ല ഗൈസ്. ബസ് എനിക്കറിയാം ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വേറെ പണിയുണ്ട്. അവർ വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കാനും നമ്മളെ സമാധാനിപ്പിക്കാനും എല്ലാം ശരിയാവുമെന്ന് പറയാനും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ഹ്യൂമൻലി പോസിബിൾ. അപ്പം ലെറ്റ്സ് സീ ഇഫ് ഐ ക്യാൻ ഫൈൻഡ് സംബഡി ഹൂ അണ്ടർസ്റ്റാൻഡ്സ് മീ ഓർ ടേക്ക് മീ ആസ് എ പ്രയോറിറ്റി, ദാറ്റ് ടൈം മേ ബി ഐ വിൽ ബി ഹാപ്പി. ഇപ്പോൾ തൽക്കാലം വലിയ ഹാപ്പിനെസ്സിന് കുറവില്ല. ഈ ഒരു സാധനത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വ്ളോഗിങ്ങിൻ്റെ രീതിയിൽ എനിക്ക് വന്നിപ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് പറയും ഗൈസ്. ഈ ഒരു ചാനലിൽ കൂടെ ആയിരിക്കും ഞാൻ പറയുന്നത്. ബിക്കോസ് എനിക്ക് നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് തന്നെ ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് പറയും, മനസ്സിലായല്ലേ? ടു സപ്പോർട്ട് ഓൾവേസ്. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആയിരുന്നു. ഈ കല്യാണം എന്താ കഴിക്കാതെ? റിലേഷനൊക്കെ ഉണ്ടായിരുന്നടാ, എല്ലാം പൊളിഞ്ഞ് പപ്പടമായി. ചിലർക്ക് എന്നെ പിടിച്ചില്ല, ചിലരെ എനിക്ക് പിടിച്ചില്ല. ചിലരുടെ ഡിമാൻഡ്സ് എന്നെ കൊണ്ട് താങ്ങാൻ ലൈക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട്. ചിലർക്ക് അവരുടെ സിറ്റുവേഷൻ കാരണം എന്നെ വിട്ടു പോവേണ്ടി വന്നിട്ടുണ്ട്. സോ ദർ ആർ സിറ്റുവേഷൻസ് ലൈക്ക് ദാറ്റ്. ദർ ആർ പീപ്പിൾ അങ്ങനെ വന്നു പോയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് റിലേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കല്യാണം കഴിക്കാത്തത് അതൊന്നും വർക്കാവാത്തതുകൊണ്ടാണ്. അടുത്ത നിസ അനജീബ, ബ്രോ ഏജ് എത്ര? ബ്രോ മാരീഡ് ആവാത്ത റീസൺ? ബ്രോ ഡ്രീം എന്തുവാ? ഏജ് 40 കഴിഞ്ഞറാ ഞാൻ, 41. ബ്രോ മാരീഡ് ആവാത്ത റീസൺ? പെണ്ണ് കിട്ടാത്തതില്ല, ഇതേപോലെ നമുക്ക് പറ്റിയ ഒരാളെ കിട്ടാത്തതുണ്ട്. ബ്രോ ഡ്രീം എന്തുവാ? ഡ്രീം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ട്രാവൽ ചെയ്ത് നടക്കണം. അത്യാവശ്യം ട്രാവൽ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി എനിക്ക് എന്തൊക്കെ എങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കാണിക്കേണ്ടത് ആ രീതിയിൽ എനിക്ക് കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം. പിന്നെ അത് ഫണ്ട് ചെയ്യാനുള്ള പൈസ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ളൂ ഗൈസ്. അതാണ് എൻ്റെ മെയിൻ ഡ്രീം. എൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞു ഗൈസ്, ഈ വ്ളോഗ് ചുറ്റിപ്പറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് മൈ ഡ്രീം. ഐ വോണ്ട് ടു മേക്ക് ദിസ് വ്ളോഗ് കുറച്ചൊരു വലിയൊരു ഫാമിലി ആക്കി കാണണമെന്നുണ്ട്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഫോർ ദാറ്റ്. അടുത്തത് അൽതാഫ് ഷംസ്, ഹൗ ഡു യു ഡീൽ വിത്ത് എ പാർട്ട്ണർ ഹു ബ്രോക്ക് അപ്പ് വിത്ത് യു ബിക്കോസ് ദേ ആർ അവോയ്ഡൻറ്റ് ആൻഡ് കനോട്ട് ഡീൽ വിത്ത് ദെയർ ഇമോഷൻസ്? എങ്ങനെയാണ് ബ്രേക്കപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്? വൈ ഹാവ് വി നോട്ട് സീൻ യു വിത്ത് എ സ്പെഷ്യൽ സമ്മൺ? മാക്സിമം പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണെങ്കിൽ റിപ്ലൈ ചെയ്യാവോ? I relate a lot from your POV about life, so I want to hear your thoughts. Broke up with you because they are avoidant and cannot deal with the emotions. ബ്രേക്കപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇവിടെ ബ്രേക്കപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാ മനുഷ്യരെയും പോലെ ഞാൻ നല്ല രീതിയിൽ സങ്കടപ്പെടും. പക്ഷേ ഞാൻ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഇരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിരുന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലും ഞാനിരുന്ന് മെസ്സേജ് വേണം. അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയാണെന്ന് നമ്മളെ മൈൻഡ് ചെയ്യൂല ആൾക്കാർ. ലൈക്ക് കളഞ്ഞതാണ്. പക്ഷേ ഐ ട്രൈ ടു ഫിക്സ് തിങ്സ്. ബിക്കോസ് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് എൻഡ് വരെ ഞാൻ പോകും ഒരു സാധനം ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പം അത് ഫിക്സ് ചെയ്യാൻ ഞാൻ നോക്കുമ്പം എൻ്റെ എഫേർട്ട് ഇടുന്നില്ല എന്ന് കാണുമ്പം
കുറച്ചുകൂടെ വിഷമം വരും ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷവും സ്നേഹവും ബഹുമാനവും അന്ന് നടക്കുന്ന അടിയും ഇടിയും വഴക്കും ഒക്കെ നമ്മളൊക്കെ അടി കൂടുന്നു, അത് സോൾവ് ആക്കുന്നു, വീണ്ടും റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് മാത്രം അത് അത്രമാത്രം അങ്ങ് ഡിസ്റ്റൻസ് വരും ആൾക്കാർക്ക്. അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് എനിക്ക് ഇന്നേ വരെ അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിട്ടില്ല. ആ ഒരു സമയമാവുമ്പോൾ ഈ പണ്ട് ഇനിഷ്യൽ നടന്ന അടിയെ പോലെ അത് കാണൂല. ബിക്കോസ് ആൾക്കാർ ഓൾറെഡി പ്രിപ്പയർഡാണ്. ഇവനെ മതിയായി, അവനെ അങ്ങ് കളയാം, അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ എന്താ പോകുന്നു എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മളിരുന്ന് കരഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മളെ അവസ്ഥ പറഞ്ഞിട്ടോ നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അവർ ചോദിക്കാം ഇവനെ കളഞ്ഞത് നന്നായി. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. സോ ബേസിക്കലി എന്താണ്, നമ്മൾ കരഞ്ഞിട്ടും കാലുപിടിച്ചിട്ടൊന്നും കാര്യമില്ല. ബ്രേക്കപ്പിനെ എല്ലാ ഒരു ജീവിതത്തിലുള്ളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പോലെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ഗൈസ്. യു നീഡ് ടു ആക്ച്വലി വാട്ട് യു സേ keep yourself as the priority, because there is nobody to take care of you as a priority, അല്ലെങ്കിൽ nobody who sees you as a priority. So what option do you have? You just have to take care of yourself and see, what do you say, you have to see your peace as the main thing. മനസ്സിലായില്ലേ? if we don't have that peace of mind, we can't make another person happy. It's the same thing, vice versa. So there should be always peace between two people, otherwise breakup ആണ് best guys. ചുമ്മാ അടികൂടി, there is no point fighting between somebody and that doesn't work out. If there is no peace, don't go with that relationship. Just let that person go, live his or her life happily. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, we should also find a way to deal with breakup or whatever shit we fall in. മനസ്സിലായല്ലോ? അതാണ് അങ്ങനത്തെ സംഭവം. ഹൂ ഈസ് യുവർ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനിബഡി എൽസ് അപ്പാർട്ട് ഫ്രം ദം. അവരാണ് എൻ്റെ മെയിൻ ആൾക്കാർ. ബിക്കോസ് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലോ, എനിക്ക് എന്തെങ്കിലും അസുഖം പിടിച്ചാലോ, ഞാൻ ചാവാൻ കിടക്കുകയാണെങ്കിലോ എല്ലാം എനിക്കറിയാം ആരുണ്ടാവും എന്നുള്ളത്. ഇവർ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ദേ ആർ മൈ ഫേവറേറ്റ് പീപ്പിൾ, ബിക്കോസ് ഒബ്വിയസ്ലി ഐ ഡോണ്ട് ഹാവ് എനിബഡി എൽസ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഫ്രണ്ട്സ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടാവാം എനിക്ക്, ബട്ട് ദേ ഹാവ് നോട്ട് ഷോൺ, ദേ ഹാവ് നോട്ട് പ്രൂവ്ഡ് ഇറ്റ്, ഓർ ദേ ഹാവ് നോട്ട് ഗിവൺ മീ എ റീസൺ ടു ബിലീവ് ദാറ്റ് ഇപ്പം ഞാൻ ഇന്ന് എന്തെങ്കിലും എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരെൻ്റെ ചുറ്റും ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അവരൊക്കെ എൻ്റെ അടുത്തോടി വരുമെന്നുള്ളതൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല ഗൈസ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ആർ ഓൾ ബിസി വിത്ത് ദെയർ ഓൺ ലൈഫ്സ് ആൻഡ് ഐ ഡോണ്ട് എക്സ്പെക്ട് ഓൾസോ അതങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞേ, യു ഗൈസ് ആർ ഫേവറേറ്റ് നൗ, ബിക്കോസ് എൻ്റെ ഈ ഒരു ഇമ്മച്വർ എന്താ പറയുമല്ലോ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്ളോഗിങ്ങിന് നല്ലതെന്നും സപ്പോർട്ട് ചെയ്യുന്നതും ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. എനിക്കറിയാം എനിക്ക് ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ഐ എം നോട്ട് ഒരു ഗ്ലാമറസ് മറ്റേ യൂട്യൂബ് സെലിബ്രിറ്റി ലെവൽ ഒരാളല്ല. ഐ എം ജസ്റ്റ് എ നോർമൽ പേഴ്സൺ ട്രൈങ് ടു ബി നോർമൽ ഇൻ ഫ്രണ്ട് ഓഫ് എവറിബഡി എൽസ്. അപ്പം ആ ഒരു സാധനത്തിന് അക്സെപ്റ്റ് ചെയ്യുന്ന നിങ്ങളും എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. യു ഗൈസ് വിൽ ബി അനദർ ഫേവറേറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. അയ്യോ ക്വസ്റ്റ്യൻസ് തീരുന്നില്ലടേ. വ്ളോഗ് ഇപ്പം ഫോൺ അടിച്ചു പോകുമെന്തോ, ബാറ്ററി ഒന്നും ഇല്ല, സ്പേസും ഇല്ല, സ്റ്റോറേജ്. അബ്ദുൽ ആഷിഫ് ജൂനിയർ, ഉമ്മ എന്താ വ്ളോഗിലൊന്നും വരാത്ത? കാർത്തിക് ബ്രോയുടെ ആണെങ്കിൽ ബ്ലറായിരിക്കും. എടാ ഉമ്മ ഷാസിൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഷാസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഉമ്മാക്ക് പിന്നെ വലിയ താല്പര്യമില്ല സാധനത്തിൽ. പിന്നെ കാർത്തി പിന്നെ പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അവൻ അതിൽ ബ്ലർ ചെയ്യുന്നു. മനസ്സിലായല്ലേ? അവനറിയാം കുറച്ച് കാര്യങ്ങളിൽ പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ബ്ലർ ചെയ്യണമെന്നുള്ളത്. ഷാസ് പിന്നെ എനിക്കൊന്ന് 1-2 എണ്ണത്തിൽ അവൻ കാണിച്ചത്, അത് ജസ്റ്റ് അങ്ങ് കാണിച്ചങ്ങ് പോയി. അല്ലാതെ അത് റെഗുലറായിട്ട് കാണിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഉമ്മാക്ക് വലിയ താല്പര്യമില്ലാതെ. വൈ ആർ യു സ്റ്റിൽ സിംഗിൾ റീസൺ? ഡിഡ് യു സ്റ്റാർട്ട് ഗെറ്റിംഗ് മണി? ക്യാൻ യു സേ അപ്രോക്സിമേറ്റ്? അത് ഞാൻ പറയാൻ വന്നു കേസ്. ഇപ്പം എനിക്കിതിൽ അറിയാൻ പറ്റുമല്ലോ യൂട്യൂബ് സ്റ്റുഡിയോ സംഭവത്തിൽ ഏകദേശം 30K ആയി നമുക്ക് വരുമാനം ഈ മാസത്തെ. അത് പക്ഷേ അടുത്ത മാസമേ കിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ കോമഡി. കാശില്ലാതെ വിഷമിക്കുന്ന സമയത്ത് പൈസ കിട്ടില്ല. അതിപ്പോൾ കഴിച്ച് എൻ്റെ യൂട്യൂബ് ഇൻകം റിവീലുമായി. ഞാൻ വേണം വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അതെന്തായാലും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 30K സംതിങ് ആയി. ഗണദേവ് സനി ബ്രോ, വേഴ്സ് യുവർ ഫാദർ കറൻലി? ഫാദർ ട്രിവാൻഡ്രത്താണ് ഗൈസ്, മുഹമ്മദ് റഹാൻ. പുള്ളിക്കാരൻ അവിടെയാണ് സ്റ്റേ. പിന്നെ അതും കൂടെ ഞാൻ പറയാൻ കഴിച്ചു, എൻ്റെ പാരൻസ് സെപ്പറേറ്റഡ് ആണ്, ദേ ആർ ഡിവോഴ്സ്ഡ്. അപ്പം
അതിനി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ഫാദറിനെ കാണിക്കാത്ത എന്താ അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത എന്താണെന്നുള്ള രീതിയിൽ. ആൻഡ് പേഴ്സണൽ ഇഷ്യൂസ് ആണ് അത്. ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ അബൌട്ട് ഓൾ ദോസ് സ്റ്റഫ്. പക്ഷേ ഒരു ജനറിക് സംഭവമാണ്. ഡോണ്ട് ബി വെരി ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. ഇതാണ് സംഭവം. റിസ്വാം അസ്ലം, ലൈഫിലെ എക്സ്പീരിയൻസ് ആണോ ഒതുങ്ങിക്കൂടാൻ പ്രേരിപ്പിച്ചത്, അതോ ചെറുപ്പം മുതൽ ഇങ്ങനെയാണോ? അവിടെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് നമ്മളെ ഒരു മനുഷ്യനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ചെറുപ്പം ലൈക്ക് ഐ ഹാഡ് എ വെരി ട്രബിൾഡ് ആൻഡ് ട്രാജിക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ചൈൽഡ്ഹുഡ് രീതിയിൽ ഐ വാസ് നോട്ട് എ വെരി ഹാപ്പി കിഡ്. മനസ്സിലായില്ലേ? ഒത്തിരി ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡാണ്. സോ അത് നമ്മളെ ഒത്തിരി ഒതുങ്ങിക്കൂടാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകമാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഞാൻ കംഫർട്ട് സോണിലിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. അത് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവരും എന്നെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ മാത്രമേ ഞാൻ ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. അതർവൈസ് ആം എ ഹാർഡ് കോർ ഇൻട്രോവേർട്ട്. ആർക്കും ഞാൻ എവിടെ ഉണ്ടെന്നും അറിയാൻ പറ്റത്തില്ല, എന്താണ് ചെയ്യണമെന്നും പറയാൻ പറ്റത്തില്ല. ഐ എം നോട്ട് അറ്റ് ഓൾ അങ്ങനെ ഒരു സംഭവമായിരുന്നു. ഈ വ്ളോഗിൽ വരുമ്പം നിങ്ങൾ മാത്രമായിരിക്കും ഗൈസ് ഇനി എൻ്റെ ലൈഫ് അറിയാൻ പോകുന്നത്. ഈ ഒരു കംഫർട്ട് സോൺ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് ഒബ്വിയസ്ലി വ്ളോഗിൽ നമുക്ക് മറ്റേ തലയിൽ കൂടെ മറ്റേ മുഖംമൂടി ഇട്ടിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഒബ്വിയസ്ലി ദിസ് ഇസ് എ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. ഐ ഹാവ് ടു ഷോ വാട്ട് എവർ ഐ ചൂസ് ടു ഷോ. ലൈക്ക് വാട്ട് എവർ ഐ ചൂസ് ടു ഷോ അത് മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ. ബിക്കോസ് ഇപ്പോൾ വ്ളോഗ് ആയാലും ശരി ഗൈസ് ഒത്തിരി അങ്ങ് നമ്മൾ പേഴ്സണൽ ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈവൻ ദാറ്റ്സ് നോട്ട് നിങ്ങൾക്കും അങ്ങനെ എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവമല്ല. നമുക്ക് നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഔട്ട്സൈഡ് വ്ളോഗിൽ കാണിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇൻസൈഡ് വ്ളോഗ്. അതൊരു കോണ്ടന്റ് എന്നുള്ള രീതിയിൽ കാണുക ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഐ വിൽ ഷെയർ, സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിൽ ഐ വിൽ ഷെയർ ആസ് ഒരു ഫാമിലി മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ പറയും. അല്ലാതെ ഈവൻറ്റ്സ് മൊത്തം ഒന്നും എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഐ ഡോണ്ട് തിങ്ക് യു ഗൈസ് ഓൾസോ വിൽ എൻജോയ് സീയിങ് സംബഡീസ് ലൈഫ് ഓർ വാട്ട്സ് ഹാപ്പനിങ് ബിറ്റ്വീൻ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ഇത്. അത് ഒരുപാട് വ്ളോഗ് ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. ബട്ട് ഐ ഡോണ്ട് ഇൻറ്റൻഡ് ടു ഷോ ദാറ്റ്. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അതൊക്കെ വേണമെങ്കിൽ കാണിക്കുന്നതിന് കുഴപ്പമില്ല. മറ്റേ ചിലർക്ക് വ്ളോഗിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല. എൻ്റെ ഫാമിലിയിലായാലും ശരി. ബ്രദർ ഒബ്വിയസ്ലി അവൻ വ്ളോഗറാണ്, ഉമ്മാക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അൺഫിൽറ്റേർഡ് ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല വീട്ടിലെ കാര്യങ്ങൾ. സോ യാ, ദാറ്റ് ഈസ് ദെയർ. വൈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ? അത് കുറേ പേര് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് Q&A. ലൈക്ക് കുറേ പേര് പല പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അറിയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്നെപ്പറ്റി അറിയാമെന്നുള്ളത് ഞാൻ ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവിടെ കിടക്കും, ഒരു വ്ളോഗായിട്ട് കിടക്കും. സോ മൾട്ടിപ്പിൾ ടൈംസ് അത് ചോദിക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ്സ് വൈ Q&A. നിനക്ക് എന്താ പിടിച്ചില്ലേ വർക്കി ജോഷി? ബ്രോ നിങ്ങളുടെ ഡാഡ് എവിടെ? ഞാൻ പറഞ്ഞതാണ്, ട്രിവാൻഡ്രത്താണ് പുള്ളിക്കാരൻ. ലെനോ ജോൺ ജോർജ്, വിഭിന്നവും വിഭിന്നവുമായ ഈ കാലക്രമത്തിൽ നൈതികതയുടെ ശുഭ്രാംശങ്ങൾ മങ്ങി മറയുമ്പോൾ ധവള രാശി പടരുന്ന അങ്ങയുടെ ദീക്ഷയും അങ്ങണിഞ്ഞിരിക്കുന്ന തൊപ്പി അഥവാ തലപ്പാവും മുന്നോട്ട് വെക്കാൻ ഉദ്യമിക്കുന്ന സിദ്ധാന്തം എന്താണ്? ഒന്നുമില്ലടാ, നിനക്ക് വയ്യേ? ഇതാണ് എനിക്ക് ചോദിക്കേണ്ടത്. എന്തുവാടെ ഇത് ഞാൻ മറ്റേ എടുത്തിട്ട് ChatGPT-യിലിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരുമല്ലോ ഈ സാധനത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. ഒരു ഉദ്യമവും ഇല്ലടാ, സിദ്ധാന്തവും ഇല്ല, ഒന്നുമില്ല. ഇത് പറയണ വിജയൻ്റെ വരെ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. തൊപ്പിയുടെ കേസാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുടിയില്ല, അതുകൊണ്ടാണ് ഞാൻ തൊപ്പി വെച്ചേക്കുന്നത്. അതാണ് നീ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കുന്നുണ്ട് പറയാം. തലപ്പാവുമല്ലോ ബെസ്റ്റ്. എടാ നിൻ്റെ മുടി പോകുമ്പോൾ നീയും വെക്കോടാ തൊപ്പി, അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു തലപ്പാവ് എടുത്ത് നീയും വെക്കേണ്ടി വരും. ഞാൻ എപ്പോഴെങ്കിലും ഞാൻ റിവീൽ ചെയ്യും എൻ്റെ മൊട്ടത്തില. അത് ഞാൻ മേ ബി ഒരു 100K വല്ല 1 million ഒക്കെ അടിക്കുമ്പോൾ ഞാൻ ചെയ്യാൻ കഴിച്ചു. നിങ്ങൾ തന്നെ പറയൂ എപ്പം റിവീൽ ചെയ്യണമെന്ന്. ചുമ്മാ റിവീൽ ചെയ്യില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണാൻ ആഗ്രഹമുള്ളവന്മാർക്ക് വേണ്ടിയുള്ള ടാസ്ക്കാണത്. എന്നെ എങ്ങനെയെങ്കിലും വലിയൊരു ഇൻഫ്ലുവൻസർ ആക്കുക, ആ നമ്പർ എത്തിക്ക്, എന്നാൽ സെറ്റാക്കി തരാം. അടുത്ത അവൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നിശ്ചല ഛായാഗ്രഹണ കലയുടെ വിശ്വവിഹായസിൻ്റെ അത്യുന്നത ശൃംഗത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അങ്ങ് എന്തേ വീഡിയോഗ്രാഫിൻ്റെയും വ്ളോഗിൻ്റെയും ഈ നവീന ലോകത്തിലേക്ക് കാൽ വെച്ചു? അതെനിക്ക് കുറച്ച് മനസ്സിലായി. സ്മയകാലത്തിൻ്റെ ഒരു നൈമിഷികതയുടെ കാലാതിവർത്തിയാകാൻ ശേഷിയുള്ള ആ പവിത്രമായ കലയെ അപ്പാടെ സ്വാംശീകരിക്കാൻ മാത്രം ശേഷി വീഡിയോഗ്രാഫിക്കോ വ്ളോഗിങ്ങിനോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എടാ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം എനിക്ക് എപ്പോഴും ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമായിരിക്കും. അപ്പോൾ വീഡിയോഗ്രാഫി ഞാനിപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു വീഡിയോഗ്രാഫി എന്നൊന്നും ഞാൻ പറയില്ല. ഇത് ജസ്റ്റ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഞാൻ മറ്റേ മൊബൈൽ എടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് കല, മനസ്സിലായല്ലേ? അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. എല്ലാത്തിനും അതിൻ്റേതായ വിലയുണ്ട്. ഞാൻ കുറച്ച് പറയുന്നതോ കൂടി പറയുന്നതൊന്നുമല്ല. പക്ഷേ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫസ്റ്റ് ലവ് സംഭവമാണ്. ബസ് അത് ജീവിത അവസാനം വരെ ഞാൻ ചെയ്യാൻ പ്ലാനുള്ള സംഭവമാണ്. എന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോട്ടോഗ്രാഫറായിട്ടാണ്, വ്ളോഗറായിട്ടൊന്നും അല്ല ഗൈസ്. വ്ളോഗർ ഞാൻ ഇപ്പോഴാണ് ആയത്. സോ ആസ് എ ഫോട്ടോഗ്രാഫർ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ് ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈ ജേർണി. അപ്പം
ആ ഒരു സാധനം എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകും. വ്ളോഗിങ് ഈസ് കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. ആൻഡ് ഐ ഡോണ്ട് നോ ടിൽ വെൻ ദിസ് വിൽ ഗോ. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം രീതിയിൽ ഞാൻ ശ്രമിക്കാം. ഇത് അത്യാവശ്യം കോണ്ടൻറ്റ് കണ്ടുപിടിക്കാനും, ഇത് ഫുഡിൻ്റെ സംഭവമായാലും ശരി, ഫോട്ടോഗ്രാഫിയുടെ സാധനമായാലും ശരി, എൻ്റേതായിട്ടുള്ള ഒരു നോർമൽ ലൈഫ് പോലത്തെ സംഭവങ്ങളാണെങ്കിൽ ശരി, ഞാനിത് മാക്സിമം ഈ വ്ളോഗിൽ കൂടെ കാണിക്കാൻ നോക്കാം ഗൈസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, എന്താ എപ്പോഴും തൊപ്പി വെക്കുന്നതാ? ഇതെല്ലാം ഞാൻ പറഞ്ഞു, തൊപ്പിയില്ലാത്ത ഫേസ് ഒന്ന് കാണിക്കാമോ? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഗൈസ് എല്ലാ മനുഷ്യർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ചിലർക്ക് തടിയാവാം, ചിലർക്ക് അവരുടെ മുടിയാവാം, ചിലർക്ക് അവരുടെ ലൈഫ് തന്നെ ആയിരിക്കാം. നമ്മളത് റെസ്പെക്റ്റ് ചെയ്യണം ഗൈസ്. ബിക്കോസ് ആരും ചുമ്മാ ഒരു സാധനം വെച്ച് ഫാഷനായിട്ട് കൊണ്ടു നടക്കുന്നില്ല. ഞാൻ പക്ഷേ തൊപ്പി മുടി ഉണ്ടായിരുന്നപ്പോഴും വെച്ചിട്ടുണ്ട്, ഇപ്പോഴും വെക്കുന്നുണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് വെച്ചുകൊണ്ട് പോകുന്നത്, ഇത് എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി മാറി. സോ ബേസിക്കലി ചിലർക്ക് അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കത് കണ്ട് രസിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് ചില ആൾക്കാർക്ക്. ഇപ്പോൾ ഒരാളുടെ കുറവ് കണ്ടിട്ട് സന്തോഷിക്കുന്നവരുമുണ്ട്, ചില സാഡിസ്റ്റ് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ വന്ന് ക്യൂരിയോസിറ്റി അടിക്കുന്നത്. നമ്മളൊരാളെ റെസ്പെക്റ്റ് ചെയ്യുക. അയാളൊരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ കാണും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ ബ്ലാക്ക് മാത്രം ഇടുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രസ്സിൻ്റെ ഒരു കോഡുണ്ട്. ഇപ്പോൾ സുക്കർബർഗ് മറ്റേ ആ ടീഷർട്ടും ജീൻസെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത്, അയാളടുത്ത് ആരെങ്കിലും ചോദിക്കുന്നുണ്ട്, അവിടെ ഇയാൾക്ക് നിങ്ങൾക്ക് വേറെ ഡ്രസ്സ് വാങ്ങിക്കാൻ കഴിവില്ലേ എന്ന് ചോദിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. സുക്കർബർഗിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ അവന് വേറെ ഡ്രസ്സ് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് ചോദിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാവില്ലേ? അതേപോലെയാണ് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലെറ്റ് ദം ഡു ദാറ്റ്. അവരെ അത് ചെയ്യാൻ അനുവദിക്കുക. ഡോണ്ട് പ്രഷറൈസ് പീപ്പിൾ ടു ചേഞ്ച് ഫോർ ബാക്കിയുള്ള വ്യൂവർഷിപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരാളുടെ കുറവ് കണ്ട് രസിക്കാനോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ഒരാളെ പുഷ് ചെയ്യുകയോ ഫോഴ്സ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക ഗൈസ്. എനിക്കിപ്പോൾ എൻ്റെ തൊപ്പി മാറ്റാനുള്ളൊരു കംഫർട്ട് സോൺ ആകുമ്പോൾ ഗൈസ് ഞാൻ മാറ്റും, മനസ്സിലായില്ലേ? ഞാൻ കാണിക്കുന്നതിന് എനിക്ക് വിഷമമൊന്നുമില്ല. എന്നെ അറിയാമെന്നുള്ള ഒത്തിരി പേര് ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ തൊപ്പിയില്ലാതെ കാണത്തുള്ളൂ, മനസ്സിലായില്ലേ? സോ ബേസിക്കലി അങ്ങനെ ഒരു ഇതില്ല. ബട്ട് ഐ ഹാവ് മൈ ഇൻസെക്യൂരിറ്റീസ്. ചിലപ്പോൾ ഇനി വല്ല മുട്ടത്തല കവർ ചെയ്യാനുള്ള വല്ല ഹെയർ ഫിക്സിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അതിൻ്റെ വീഡിയോ ഇടാം ഗൈസ്. അപ്പോൾ അത് അന്ന് എന്തായാലും നിങ്ങൾ കാണും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, CB കുറിപ്പ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് എ കമ്പാനിയൻ ലൈക്ക് മീ ഫോർ യു ടു ട്രൈ മോർ ഫുഡ് സ്പോർട്സ് ടുഗദർ? നോക്കാടാ, എന്തെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണുകയാണെങ്കിൽ വി വിൽ ഡു ദാറ്റ്. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ച് ലൈക്ക് സെലക്റ്റഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ബട്ട് എനിക്ക് എൻ്റെ സംസാരിക്കാൻ തോന്നി. ലൈക്ക് ആ ഹെലിപാഡിൽ വെച്ച് എനിക്ക് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ത്വര വന്ന് ഞാൻ അത് മൊത്തം ഞാൻ ചെയ്തു. ഇതിപ്പോൾ എത്ര നേരം ഉണ്ടാവുന്നു, ഇതിപ്പോൾ വീഡിയോ റെക്കോർഡിങ് ഓഫായെന്നൊന്നും എനിക്കറിയണം. സോ ഇത്രയാണ് Q&A. ആൻഡ് വേറൊരു ദിവസം തന്നെ ബിഗ് താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്ക് എല്ലാ വീഡിയോയിലും നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. ആൻഡ് കീപ് ഗിവിങ് മീ ദിസ് സപ്പോർട്ട്. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നോക്കാം വീഡിയോസ് ഇടാനായിട്ട്. ബിക്കോസ് ഇപ്പോഴൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, മൂഡ് ഓഫാണ്. എൻ്റെ ആ ഒരു ഇൻട്രോവേർട്ട് നേച്ചർ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നൂല ഗൈസ്. ഞാനത് സത്യമാണ് പറയുന്നത്. ബിക്കോസ് എനിക്ക് ഒളിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങളായിട്ട് ഭയങ്കര ഓപ്പണായിട്ട് പറയുന്നതാണ്. എപ്പോഴും എന്നും ആഗ്രഹമുണ്ട്, കോണ്ടൻറ്റ് ഐഡിയാസ് ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും, പക്ഷേ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് സംസാരിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ നിർത്തും. പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ ഈ ക്യാമറ പിടിച്ചുകൊണ്ട് എന്ത് സംസാരിക്കുമെന്ന് അറിയാതെ അത് ഞാൻ നിർത്തും. പിന്നെ ഇപ്പോൾ ഞാൻ വല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ഐഡിയാസ് ഉണ്ട്, ആരെങ്കിലും കൂടെ വരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു മൂവിയിലെ ഒരു സാധനം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു വ്ളോഗ് പോലെ. ഒരു ദിവസം മൊത്തം സിനിമ കണ്ട് നടക്കുന്ന പരിപാടി. അപ്പം അത് ഉടനെ വരും ഗൈസ്. ഞാൻ സൺഡേ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി അത് നമുക്കൊരു വ്ളോഗായിട്ട് കാണാം. ലെറ്റ്സ് സീ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ ഏതെങ്കിലും ഫ്രണ്ട് അവൈലബിൾ ആയിട്ട് ഇരിക്കുമ്പം ഞാൻ ജസ്റ്റ് പോയി ഒരു വ്ളോഗ് പോലെ സാധനങ്ങളൊക്കെ ചെയ്യാൻ മാക്സിമം നോക്കാം. അത് മേ ബി എൻ്റെ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരാൾ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒത്തിരി കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ കാർത്തികിൻ്റെ കൂടെ എനിക്ക് ഒരു പ്രശ്നമില്ല, ഷാസിൻ്റെ കൂടെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം. ബിക്കോസ് എനിക്കറിയാം അവരത് ടേക്കപ്പ് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇവരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ സീൻ ഇല്ല എന്നുള്ളത്. അപ്പം അതാണ് പ്രശ്നം, അല്ലെങ്കിൽ വേറെ ഒരു ഇതുമില്ല. അപ്പം നിങ്ങൾ എന്നെ ദയവ് ചെയ്ത് ആ ഒരു കേസിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വെനെവർ ഐ ഫീൽ ലൈക്ക് ഐ വിൽ ഡെഫിനറ്റ്ലി ഡു. ഇപ്പോൾ ഈ Q&A തന്നെ എത്ര ഡിലേ ആയി പോയാലും വെരി സോറി. പക്ഷേ I have tried my best answering everything. Hope you liked it. Thank you so much guys. Thank you so much. Bye.